അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ. റബ്ബി ഇശ്റഹ് ലി സുദ്രി വയസ്സിർ ലി അംരി. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സ്നേഹാദരണീയരായ വിശ്വാസിനി സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, സ്നേഹനിധികളായ രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, ഖത്തർ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ 5ാമത് വെളിച്ചം സംഗമത്തിൽ ഒരുമിച്ചുകൂടുകയും അള്ളാഹുവിന്റെ ദീനിനെക്കുറിച്ചും വിശുദ്ധ ഖുർആനിന്റെ ഗൗരവത്തെക്കുറിച്ചും പഠിക്കാനും മനസ്സിലാക്കാനുമാണ് നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ചുകൂടിയത്. എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരുമിച്ചുകൂടലുകൾ, സമ്മേളനങ്ങൾ എന്ന ചോദ്യത്തിന് ഇതാരെയെങ്കിലും കാണിച്ച് അംഗബലം കാണിക്കാനോ സംഘബലം കാണിക്കാനോ, ഞങ്ങളാണ് യഥാർത്ഥത്തിൽ ഇന്ന ആളുകൾ എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനോ അല്ല ഇക്കാലം അത്രയും ഇത്തരത്തിലുള്ള പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നതും ഇതിൻ്റെ ഭാഗമാകുന്നതും. മറിച്ച് ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും ഇവിടം വിട്ടുപോകും. ലോകം ഇത്രയേറെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും, ഓരോരുത്തരുടെ കൈകളിൽ കോടിക്കണക്കിന് പണമുണ്ടെങ്കിലും, 1000 സ്വപ്നങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ് നമ്മളെങ്കിലും, റബ്ബ് നിശ്ചയിച്ച സമയം, റബ്ബ് നിശ്ചയിച്ച സ്ഥലം ഒരിഞ്ച് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാനോ തിരുത്താനോ സാധിക്കാതെ നമ്മൾ അള്ളാഹുവിന്റെ അരികിലേക്ക് തിരിച്ചു പോകും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയതും മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. മിൻഹാ ഖലഖനാകും, നിങ്ങളൊക്കെ ആ മണ്ണിൽ നിന്നാണ് വന്നതെങ്കിൽ, വഫീഹാ നുഈദുകും, ആ മണ്ണിലേക്ക് തന്നെയാണ് നിങ്ങളിൽ ഓരോരുത്തരുടെയും അടക്കം. ഈ ലോകം അടക്കിവാണിരുന്ന സമ്പത്തിന്റെ കൊട്ടാരം കെട്ടിയിരുന്ന പലരും ഇന്ന് ആ മണ്ണിന്റെ അടിമകളായി മാറി. ആ മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുമായിരുന്നെങ്കിൽ മരണം വലിയ സമാധാനമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം കള്ളുകുടിയന് കുടിച്ചതിനെ പറ്റി ചോദ്യം ചെയ്യപ്പെടില്ലായിരുന്നുവെങ്കിൽ, പെണ്ണുപിടിയന് പെണ്ണിനെ പിടിച്ച് വ്യഭിചരിച്ചതിന്റെ ചോദ്യം ചെയ്യപ്പെടുമായിരുന്നില്ല എങ്കിൽ,
മാതാപിതാക്കളെ കരയിച്ച് പറക്ക് ചോദ്യം ചെയ്യപ്പെടുകയില്ല ഇരുന്നുവെങ്കിൽ നമസ്കരിക്കാത്തവർക്കും നോമ്പനുഷ്ഠിക്കാത്തവർക്കും ഒരു കുറ്റവും പാപവും ഇല്ലായിരുന്നുവെങ്കിൽ മരണത്തോടുകൂടി എല്ലാം അങ്ങ് അവസാനിക്കുമായിരുന്നെങ്കിൽ മരണം വലിയ സമാധാനമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷെ തൊട്ടടുത്ത വചനത്തിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി, വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഹ്റാ, ഒരിക്കൽ കൂടി നിങ്ങൾ അള്ളാഹുവിന്റെ മുൻപിൽ പുനർജീവിപ്പിക്കപ്പെടും. ഒരിക്കൽ കൂടി നിങ്ങൾ പടച്ച റബ്ബിന്റെ മുൻപിൽ ഹാജരാക്കപ്പെടും. നൽകപ്പെട്ട സർവ്വ സൗഭാഗ്യങ്ങളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും കടുകുമണിയുടെ വ്യത്യാസത്തിൽ വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ലോകത്തേക്കുള്ള യാത്ര മാത്രമാണ് ജീവിതമെന്നും അതുകൊണ്ട് സർവ ആസ്വാദനങ്ങളും നിലപ്പിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ കൂടുതൽ ഓർക്കണമെന്നും ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ച് ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി കൊടുത്തു. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മളുടെ അവസാനത്തെ യാത്രയെക്കുറിച്ച്? 1000 സ്വപ്നങ്ങളുമായി പെട്ടികെട്ടി വിദേശത്തേക്ക് വന്ന നമ്മളെ പെട്ടിയിലാക്കി തിരിച്ചയക്കുന്ന ഒരു യാത്രയെപ്പറ്റി ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഈ സൗഭാഗ്യങ്ങൾ തേടിയലയുന്ന ഈ ജീവിതത്തിന്റെ ഏതോ ഒരു നിമിഷത്തിനിടയിൽ ഇരയുടെ മുകളിൽ ചാടി വീഴാൻ വെമ്പി നിൽക്കുന്ന കാട്ടുമൃഗത്തിന്റെ ശൗര്യത്തോടെ മരണം നമ്മളെ ശരീരത്തിലേക്ക് കയറി വരുമ്പോ പരാതികളോ പരിഭവങ്ങളോ ഇല്ലാതെ, ഒരാളോട് പോലും സമ്മതം ചോദിക്കാതെ, തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യ പോലും അറിയാതെ, പ്രാണനെ പോലെ കൊണ്ടു നടക്കുന്ന മക്കൾ പോലും അറിയാതെ അള്ളാഹുവിന്റെ മണ്ണിലേക്കുള്ള ഒരു യാത്രയെപ്പറ്റി എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഈ തിരക്കിനിടയിൽ ഈ കാണുന്ന തിരക്കും വെപ്രാളും ഒക്കെ അവസാനിച്ച് നീണ്ടു നിവർന്ന് നമ്മൾ അങ്ങനെ കിടക്കും. ഓരോരുത്തരും നമ്മളെ മുഖം നോക്കി മാറിയിരുന്ന് സങ്കടപ്പെടുമ്പോ നമുക്ക് ചെയ്തു തരാനുള്ളതൊക്കെ നമ്മളെ നാട്ടുകാരും കുടുംബക്കാരും ചെയ്തു തരും. പലപ്പോഴും നമ്മൾ പറയാറില്ലേ, ഈ മണ്ണെന്നാണ് പടച്ചോന്റെ അടുത്തേക്ക് പോകുന്നതെങ്കിൽ. കാരണം പ്രത്യേകിച്ച് ഖത്തർ എന്ന രാജ്യത്തെപ്പറ്റി ഓർമ്മിക്കുമ്പോ 1000 സ്വപ്നങ്ങളുമായി പെട്ടികെട്ടി ഈ നാട്ടിലെത്തി അവസാനം ഒരു പെട്ടിയായി നാട്ടിലേക്ക് വന്ന എന്റെ എളാപ്പയുടെ മുഖം ഓർത്തുകൊണ്ട് തന്നെ പറയട്ടെ, നമുക്ക് ചെയ്തു തരാനുള്ള സർവ്വതും നമ്മളെ കുടുംബക്കാരും ബന്ധുക്കളും നമുക്ക് ചെയ്തു തരും. അതുകൊണ്ടാ മരിച്ച മയ്യത്തിന്റെ കണ്ണട വരെ അടയ്ക്കും, തുറന്നു പോകുന്ന വായ അവർ കൂട്ടിക്കെട്ടും, തണുത്തുറഞ്ഞു പോകുന്ന കാലിന്റെ വിരലുകൾ അവർ ചേർത്ത് പിടിച്ച് കെട്ടിയിടും. 3 വെള്ളത്തുണിക്കുള്ളിൽ ഒന്നും അറിയാത്തവനെ പോലെ കിടക്കുന്ന നമ്മളെ ഭംഗിയായി അവർ കുളിപ്പിക്കും. ശേഷം 6 അടി മണ്ണിലേക്ക് ചേർത്ത് വെച്ച് 6 അടി മണ്ണിന്റെ മേലയിലേക്ക് 3 പിടി മണ്ണ് വാരിയിട്ട് നമ്മളെ കുടുംബക്കാരും ബന്ധുക്കളും നാട്ടുകാരും നമ്മൾക്ക് തരുന്നൊരു യാത്രയപ്പുണ്ട്. ആ യാത്രയപ്പ മനുഷ്യരെ തസ്ബീത്ത് ഒരുപക്ഷെ ഉമ്മമാര്, എന്റെ സഹോദരിമാരത് കണ്ടിട്ടുണ്ടാവൂല. 6 അടി മണ്ണിലേക്ക് ഒരു മയ്യത്തിറക്കി വെച്ച് അതിന്റെ മേലെയുള്ള സ്ലേവ് ഒരു തരി മണ്ണ് പോലും ആ മയ്യത്തിന്റെ മുകളിലേക്ക് വീഴാതെ സർവ്വദ്വാരങ്ങളും വിടവുകളും ഇലകളും പേപ്പറുകളും വെച്ച് അടച്ചു കളഞ്ഞ് ആ കബറിലേക്ക് ഓരോരുത്തരും 1 പിടി 3 പിടിയായി മണ്ണ് വാരിയിടും. 3ാമത്തെ പിടി മണ്ണ് നമ്മളെ കബറിന്റെ മുകളിലേക്ക് വീഴുമ്പോ തൊട്ടടുത്ത് നിന്നൊരാൾ ചൊല്ലിത്തൊടുങ്ങും, അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈ, അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ, അല്ലാഹുമ്മ അല്ലാഹുവേ സബ്ബിതുഹു ഇൻദ സുആൽ, ഈ ഖബർ കിടക്കുന്നതിന്റെ വാപ്പയാ നിന്റെ ഉമ്മയാ, ഇന്നലെ വരെ തോളപ്പിച്ച് മടമ്പപ്പിച്ച് നമസ്കരിച്ചിരുന്ന എന്റെ കൂട്ടുകാരനാ, എന്റെ റൂമിലുണ്ടായിരുന്ന എന്റെ ജീവന്റെ ഭാഗമായ എന്റെ പ്രാണന്റെ കൂട്ടുകാരനാ. അതുകൊണ്ട് റബ്ബേ സബ്ബിതുഹു ഇൻദ സുആൽ, ഈ ഖബർ കിടക്കുന്ന എന്റെ സഹോദരന്, എന്റെ ഉമ്മാക്ക്, എന്റെ പെങ്ങൾക്ക് നിന്റെ മുൻപിൽ നിൽക്കാനുള്ള ഒരു ധൈര്യം കൊടുക്കണേ നാഥാ. കാരണം പണം കൊണ്ടും പത്രാസ് കൊണ്ടും ദുനിയാവിലെ വിലയുള്ളൂ. നമ്മളേൽ അത്യാവശ്യം പണണ്ടേ നമുക്ക് ഏത് വേദിയിലും കയറാം, ആരെ മുൻപിലും നിൽക്കാം. ഒരാൾ എന്തടോ എന്ന് ചോദിച്ചാ എന്താക്കണടോ എന്ന് തിരിച്ചു ചോദിക്കാൻ നമ്മളെ തറവാടിന്റെ ബലം മതി, പണത്തിന്റെ ബലം മതി. പക്ഷേ 6 അടി മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ പണക്കാരൻ പാവപ്പെട്ടവൻ, മൂക്ക് നീണ്ടവൻ പതിഞ്ഞവൻ, കറുത്തവൻ വെളുത്തവൻ എന്ന വ്യത്യാസമില്ല. മയ്യത്ത് സബ്ബിതുഹു ഇൻദ സുആൽ, പടച്ച റബ്ബിന്റെ കഴിവ് അള്ളാഹുവിന്റെ അനുഗ്രഹം കിട്ടിയിട്ടില്ലെങ്കിൽ റബ്ബിന്റെ ചോദ്യത്തിന്റെ മുൻപിൽ പോലും ഒന്ന് നെഞ്ചു വിരിച്ച് നിൽക്കാനുള്ള അവസരം
മരണത്തോടെ നമുക്ക് നഷ്ടപ്പെടുകയാണ്. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്. റബ്ബേ, നീ ചോദിക്കുന്ന ചോദ്യത്തിന് ധൈര്യത്തോടെ ഉത്തരം പറയാനുള്ള ഒരു കഴിവ് കൊടുക്കണേ നാഥാ. 6 അടി മണ്ണിലേക്ക് ചേർത്ത് കിടത്തി കബറാളിക്ക് തസ്ബീത്തും ചൊല്ലി നമ്മളെ കുടുംബക്കാര് പിരിഞ്ഞു പോകുമ്പോ വാനലോകത്ത് നിന്നും അള്ളാഹുവിന്റെ മലക്കുകൾ വരും. ആ കബറാളിയെ തട്ടിവിളിക്കും, കബറിന്റെ ഭിത്തിയിലേക്ക് ചാരിയിരുത്തും. എന്നിട്ട് അവനോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, മൻ റബ്ബുക, നിന്റെ റബ്ബാരായിരുന്നു? റബ്ബിന്റെ വായു ശ്വസിച്ച്, റബ്ബിന്റെ വെള്ളം കുടിച്ച്, റബ്ബിന്റെ സൗഭാഗ്യങ്ങൾ അനുസരിച്ച് ജീവിച്ച മനുഷ്യ, മൻ റബ്ബുക, നിന്റെ റബ്ബാരായിരുന്നു? മാദീനുക, കണ്ട സിനിമകളും ആസ്വാദനങ്ങളും സിനിമാ നടന്മാരെയും പരസ്യ മോഡലുകളെയും കളിക്കാരനെയും വായിച്ചറിയുന്ന സർവ്വ തോന്നിവാസങ്ങളെയും നെഞ്ചേറ്റി നടന്നിയവനെ, ആഴ്ച തെറ്റാതെ സിനിമ കണ്ടവരെ, ചെവികളിൽ സംഗീതത്തിന്റെ മേമ്പടികൾ ചികിരിയവരെ, അന്യന്റെ സമ്പത്തുകൾ കെട്ടെടുത്തവരെ, സ്വന്തം കുടുംബത്തോട് നീതി കാണിക്കാത്തവരെ, മാ ദീനുക, നിങ്ങളെ ദീനേതായിരുന്നു? മാഹാദൽ കിതാബ്, ഒരായത്തോതാൻ സമയം കിട്ടാതെ അള്ളാഹുവിന്റെ ഖുർആൻ അറിയാതെ 114 സൂറത്തുകളിലായി 6000-ൽ പരം വരുന്ന ആയത്തുകളെ പഠിക്കാത്ത മനുഷ്യ, എന്തുകൊണ്ട് സൂറത്തുൽ ബഖറയ്ക്ക് ബഖറ എന്ന പേര്? എന്തുകൊണ്ട് സൂറത്തുൽ അൻകബൂത്തിന് ചെലന്തിയുടെ പേര്? എന്തിന് സൂറത്തുൻ നംലിന് തേനീച്ചയുടെ പേര്? എന്തിന് സൂറത്തുൻ നഹ്ലിന് ഉറുമ്പിന്റെ പേര്? ഇതൊന്നും അറിയാതെ ഈ ദുനിയാവിൽ രാഷ്ട്രീയക്കാരന്റെ വിടുവായത്വം കേട്ട് പരസ്പരം കുടുംബത്തിന്റെ കുറ്റങ്ങൾ പറഞ്ഞ് അന്യന്റെ പച്ചമാംസം തിന്ന് ആരാന്റെ ശരീരത്തിലേക്ക് ഒളിഞ്ഞു നോക്കി ജീവിച്ച മനുഷ്യ, മാ കിതാബുക മാ ഹാദാ, ഈ ഗ്രന്ഥത്തെ കുറിച്ച് നിനക്കെന്തറിയാം? നിന്റെ മതമേത്? നിന്റെ ദീനേത്? നീ അംഗീകരിച്ച പ്രവാചകനേത് എന്ന ചോദ്യങ്ങൾക്ക് മുൻപിൽ റബ്ബേ ഉത്തരം കിട്ടാതെ നരകത്തിന്റെ കവാടം തുറക്കപ്പെടുന്ന ഒരവസ്ഥ ഈ കബറ് കിടക്കുന്ന നിന്റെ കൂട്ടുകാരന്, നിന്റെ കുടുംബക്കാരന് നീ കൊടുക്കല്ലേ റബ്ബേ. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, നീ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി അവന് പറയാൻ പറ്റണേ നാഥാ. അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബി, ഏതൊരു മയ്യത്തിനെ ഖബറിലേക്ക് വെക്കുന്ന സമയത്തും ആ ഖബറിന്റെ ഭയാനകത, അനുഭവിക്കാനുള്ള ലോകത്തെ പറ്റി ആ മയ്യത്തിനെ ബോധ്യപ്പെടുത്താൻ അള്ളാഹു ഖബറിന്റെ 2 ഭാഗങ്ങൾ അങ്ങ് ഇടുക്കിക്കളയും. ആ ഇടുങ്ങുന്ന സമയത്ത് ഖബർ കിടക്കുന്ന മനുഷ്യന്റെ വാരിയല്ലുകൾ ഇതുപോലെ കോർത്തുപോകും. മദീന മിമ്പറിൽ വെച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ ഖുതുബ നടത്തുമ്പം സംസാരിച്ച് പൂർത്തിയാക്കാൻ പറ്റാതെ കണ്ണ് നിറഞ്ഞ് ചുണ്ടു വിതുമ്പി കാണിച്ചു കൊടുത്തു. ഹാദാ, ഇതുപോലെ മിസ്ലഹാദാ, ഇതുപോലെ നിങ്ങളെ വാരിയലുകൾ കോർത്തുപോകും. അന്ന് നിങ്ങൾ കരയും, മാനം മുട്ട നിങ്ങളെ സംസാരം, ശബ്ദം അവിടെ പ്രകമ്പനം കൊള്ളും. മനുഷ്യരല്ലാത്ത സർവചരാചരങ്ങളും ആ കരച്ചിൽ കേട്ട് വെപ്രാളപ്പെടും. അവര് ഭയവിഹ്വലരാകും. മനുഷ്യരെ, നിങ്ങളെങ്ങാനും ഖബർ കിടക്കുന്നവന്റെ വേദന അറിഞ്ഞിരുന്നെങ്കിൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു മയ്യത്തുമായി നിങ്ങൾ അള്ളാന്റെ മണ്ണുക്ക് ഖബറിലേക്ക് വെക്കാൻ ചെല്ലൂലായിരുന്നു. അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബി, അതുകൊണ്ട് റബ്ബേ ആ ഖബറിന്റെ വേദനയിൽ നിന്ന് ഈ ഖബറാളി അങ്ങി കാത്തിരക്ഷിക്കണേ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ്. അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായിട്ടുള്ള സർവ്വ കുറ്റങ്ങളും നീ പൊറുത്ത് റബ്ബേ ഈ ഖബർ കിടക്കുന്ന വ്യക്തിക്ക് നീ ഒരു സ്വർഗത്തിന്റെ കവാടം ആ ഖബറിലേക്ക് ഇങ്ങി തുറന്നു കൊടുക്കണേ റബ്ബേ. 10-15 മിനിറ്റ് നേരം എല്ലാവരും ചെല്ലും, ആത്മാർത്ഥമായിട്ട് ചെല്ലും. അതിനുശേഷം ഓരോരുത്തരും നമ്മളെ ഖബറിന്റെ അരികിന്ന് തിരിച്ചു പോകും. പിന്നെ ആരാ മനുഷ്യരെ എന്നെങ്ങളെ ഓർക്കാറുള്ളത്? പിന്നെ ആരാ അന്നങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാറുള്ളത്? സ്വന്തം കുടുംബത്തിനും പ്രവാസ ലോകത്തും നിരവധി മരണങ്ങൾ കൺമുൻപിൽ കണ്ട് മൂക്കത്ത് വിരല് വെച്ച നിങ്ങളാരെങ്കിലും തൊട്ടു മുൻപ് നമസ്കരിച്ച ആ അസർ നമസ്കാര ശേഷം പടച്ചോന്റെ നേരെ കൈനീട്ടിയപ്പം, പടച്ചോനെ, ഞാൻ അറിയുന്ന എന്റെ കുടുംബത്തിലെ അയാളുടെ ഖബറും നീങ്ങി ഭംഗിയാക്കണേ റബ്ബേ, പ്രാർത്ഥിച്ചോ? ഈ സ്റ്റേജിലിരിക്കുന്നവരും സദസ്സിലിരിക്കുന്നവരും നാളെ ഇല്ലെങ്കിൽ എത്ര പേര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടാകും? എത്ര പേര് നമുക്ക് വേണ്ടി ദുനിയാവെന്ന് പടച്ചോനോട് ചോദിക്കാനുണ്ടാകും? എത്ര പേര് നമ്മളെ ഓർക്കും? സ്വന്തം വാപ്പനെയും ഇമ്മനെയും പോലും ഓർക്കാത്ത മക്കളുള്ള കാലഘട്ടത്തിൽ ആ 6 അടി മണ്ണിലേക്ക് ഏത് നിമിഷവും യാത്ര ആരംഭിച്ച് അതിന്റെ പകുതി എത്തിയവരും മുക്കാലെത്തിയവരും അതിന്റെ തുടക്കത്തിലുള്ളവരുമായ മനുഷ്യരെ എന്തുണ്ട് പടച്ചോന്റെ അടുത്തേക്ക് കൊണ്ടുപോവാൻ? എന്തുണ്ട് അള്ളാഹുവിന്റെ മുൻപിൽ കാണിക്കാൻ? നാളെ റബ്ബിന്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ നെഞ്ചും വിരിച്ച് 10,000 മഹ്ശറാ ലോകത്ത് വെപ്രാളപ്പെടുമ്പോ
ആർജവത്തോടെ റബ്ബിന്റെ സ്വർഗത്തിന്റെ പാതയിലേക്ക് കയറിച്ചെന്ന് അമ്പിയാക്കളോടൊപ്പം സിറാത്ത് പാലം കടന്ന് ജന്നാത്തുൽ ഫിർദൗസിൽ കയറിക്കൂടാൻ മാത്രം ഒരു നല്ല വിശ്വാസം, ഒരു നല്ല കുടുംബം, ഒരു നല്ല സാമ്പത്തികം, ഒരു നല്ല സ്വഭാവം, ഒരു നല്ല ജീവിത രീതി, ഇതിലേത് ചോദ്യത്തിനാ പടച്ചവനോട് ഞാൻ നിങ്ങൾ ഉത്തരം പറയാം? ഒരു നല്ല വിശ്വാസം പോലും ഇന്നും പലർക്കും നേടിയെടുക്കാൻ സാധിക്കുന്നില്ല. ഈ ലോകത്തേക്ക് നിക്ഷയിക്കപ്പെടുന്ന സർവ്വ അമ്പിയാക്കളോടും അള്ളാഹുവിന്റെ ഒരു കൽപ്പന മാത്രമേയുള്ളൂ. വമാ അർസൽനാ മിൻ ഖബലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹിയ ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെടുന്ന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമ മുതൽ അവസാന പ്രവാചകൻ ത്വഹ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു തആല ഓതിക്കൊടുത്ത ലോകത്തെ സമാധാനത്തിന്റെ വാക്യം, ജാതീയതയില്ലാത്ത, വർഗവെറിയില്ലാത്ത, വർണ്ണവെറിയില്ലാത്ത, കറുത്തവനും വെളുത്തവനും വ്യത്യാസമില്ലാത്ത ഏകദൈവ വിശ്വാസം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, ആ സൃഷ്ടാവിനോട് മാത്രം പ്രാർത്ഥിക്കുക, ആ അള്ളാഹുവിന്റെ മുൻപിൽ മാത്രം സുജൂദുകൾ ചേർത്തുവെക്കുക, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സന്തോഷത്തിലും ആ റബ്ബിന്റെ മുൻപിൽ മാത്രം പ്രാർത്ഥനയോടെ ഇസ്തിഗ്ഫാർ തേടുക. പക്ഷേ ഇന്നെന്താ മുസ്ലിം ഉമ്മത്തിന്റെ കഥകൾ? ഒരു ഭാഗത്ത് മനുഷ്യൻ വികസിക്കുന്നു എന്നൊക്കെ അവകാശപ്പെടുമ്പോ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മുസ്ലിം സമൂഹം വിട്ടുപോയിട്ടില്ല എന്ന നിരവധി ചരിത്രങ്ങൾ നമ്മളെ സമൂഹം നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. മുസ്ലിം സമൂഹത്തിന് ഒരിക്കലും ഉപകാരപ്പെടാത്ത കെട്ടുകഥകളിലൂടെ, നിർമ്മിക്കപ്പെടുന്ന കൊള്ളത്തരത്തിലൂടെ വിശ്വാസത്തിൽ പല പതർച്ചകളും ഉണ്ടാക്കാൻ പലരും പണിയെടുത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടം അല്ലേ? ആകാശത്തുകൂടെ പോകുന്ന ഫ്ലൈറ്റ് പിടിച്ച് മടവൂരിറക്കി കയറിപ്പോയ ഷെയ്ഖുനാന്റെ കറാമത്ത് കേട്ട് തക്ബീർ വിളിച്ചവരിൽ മുസ്ലിമീങ്ങളാ മുൻപന്തിയിൽ. ചീറിപ്പാഞ്ഞു വരുന്ന തീവണ്ടിയെ കൈകൊണ്ട് താങ്ങി നിർത്തി ഇത്ര സ്പീഡ് പാടില്ലെന്ന് ഷെയ്ഖുനെ ഗുണദോഷിച്ചപ്പം പിന്നീട് ആ തീവണ്ടിക്ക് അത്ര സ്പീഡ് പോകാൻ പറ്റിയിട്ടില്ലെന്ന് ഷെയ്ഖുനാന്റെ കറാമത്ത് പറയുമ്പം തക്ബീർ വിളിക്കുന്നവരിൽ മുസ്ലിം ഉമ്മത്തുണ്ട്, മുൻപന്തിയിലും തലക്കെട്ടുകാരായിട്ടും. കല്യാണം കഴിഞ്ഞ് 18 കൊല്ലം കഴിഞ്ഞിട്ടും ഗർഭം ധരിക്കാത്ത പെണ്ണ് ഷെയ്ഖുനാന്റെ അടുത്ത് സങ്കടം പറയാൻ വന്നപ്പം ബിരിയാണി കഴിക്കുന്നതിനിടയിൽ കോഴിക്കാല് കടിച്ചെടുത്ത് ഒരു ഭാഗം പെണ്ണിന് കൊടുത്തപ്പം കോഴിക്കാല് തീരുന്നതിൻ്റെ ഇടയ്ക്ക് 9 മാസം ഗർഭം ധരിച്ച പെണ്ണിനെ കണ്ട് ഭർത്താവ് പോലും അത്ഭുതപ്പെട്ടു എന്ന് കേൾക്കുമ്പം തക്ബീർ വിളിക്കുന്നത് മുസ്ലിം സമൂഹത്തിലെ ചെറുപ്പക്കാരും അവകാശപ്പെടുന്നവരുമാണെങ്കിൽ, അതിനേക്കാളേറെ ഇക്കഴിഞ്ഞ പരിശുദ്ധ റമദാനിൽ പോലും ഓരോ റമദാനിന്റെ രാവുകളിലും ചിറ്റടി മീത്തലിലെ മടവൂരിലെ മണ്ണിൽ വന്ന് കഞ്ഞിയും പയറും തിന്നാൻ ഹിദർ നബിയോടൊപ്പം ഷെയ്ഖുന വരുന്നുണ്ടെന്ന് പറയുന്ന മുസ്ലിം ഉമ്മത്തിനൊരു ഗുണവും ചെയ്യാത്ത, നിരീശ്വരവാദത്തിലേക്കും യുക്തിവാദത്തിലേക്കും ആധുനിക തലമുറയിലെ കൊണ്ടുപോകാൻ മാത്രം കഴിവ് നൽകുന്ന ഈ കെട്ടുകഥകളാണോ മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസം? ഇതാണോ ഏകദൈവ വിശ്വാസം? കയ്യിൽ കയ്യുമായ, ഉറക്കവും മയക്കവും ബാധിക്കാത്ത, ബദറിൽ അള്ളാഹുവിന്റെ പ്രവാചകനെ സഹായിച്ച, മത്സ്യത്തിന്റെ വയറ്റിൽ യൂനുസ് നബിയെ സഹായിച്ച, മാരക രോഗം ബാധിച്ച് കഷ്ടപ്പെട്ടപ്പം അയ്യൂബ് നബിയെ സഹായിച്ച, സ്വന്തം നാട്ടുകാരെറിഞ്ഞോടിക്കുമെന്നായപ്പം പടച്ച റബ്ബിന്റെ സഹായത്താൽ രക്ഷപ്പെട്ട ലോകത്തിന്റെ അമ്പിയാക്കൾ പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ ലാ ഇലാഹ ഇല്ലല്ലയെ പറ്റി പറയണമെങ്കിൽ, പഠിക്കണമെങ്കിൽ ജാഹിലിയത്ത് എന്തെന്നറിയണം. ജാഹിലിയത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ ജീവിതം എന്തെന്നറിയണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് നിയോഗിക്കപ്പെടുന്ന കാലഘട്ടമാണ് ജാഹിലിയ കാലഘട്ടം. അന്ധതയും അനാചാരങ്ങളും ബൗദ്ധയും വിശ്വാസവും ശിർക്കൻ പ്രവർത്തനങ്ങളും മക്കയിൽ വ്യാപിച്ചിരുന്ന ഒരു കാലഘട്ടം. മക്കക്കാര മുസ്ലിമീങ്ങളല്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാപ്പാന്റെ പേര് അബ്ദുള്ള, അള്ളാന്റെ അടിമാന്ന്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ അളാപ്പന്റെ പേര് അബൂലഹബ് എന്ന. റസൂലുള്ളാന്റെ കുടുംബക്കാരിൽ ഓരോരുത്തരുടെ പേര് മുസ്ലിം പേരുകളാ. പ്രവാചകന്റെ ഉമ്മാന്റെ പേര് ആമിന എന്നാണെങ്കിൽ, മുല കൊടുത്ത സഹോദരിയുടെ പേര് ഹലീമ എന്ന പെണ്ണാണെങ്കിൽ, ലോകത്തിന്റെ പ്രവാചകന്റെ മക്കൾക്കെന്ന് റസൂലുള്ള പേരിട്ടത് ഫാത്തിമ, റുഖിയ, ഉമ്മു കുൽസൂം, സൈനബ എന്നായിരുന്നെങ്കിൽ, ജനിച്ചിട്ട് മരിച്ചുപോയ മക്കൾക്ക് അബ്ദുള്ള എന്നും അബുൽ ഖാസിം എന്നാണ് പേരിട്ടതെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിലെ മുസ്ലിം ഉമ്മത്ത് മുസ്ലിമീങ്ങളാ. എന്നിട്ടും എന്തേ പടച്ച റബ്ബ് അവർക്ക് തെറ്റുപറ്റി എന്ന് ചൂണ്ടിക്കാണിച്ചത്? അബൂലഹബ് മതത്തിലില്ല എന്ന് റബ്ബ് പഠിപ്പിച്ചത് എന്തുകൊണ്ട്? അബൂ സുഫിയാൻ, അബൂ ജഹല് ഇസ്ലാമിന്റെ ശത്രുവാണെന്ന് പഠിപ്പിച്ചത്? ജാഹിലിയ കാലഘട്ടത്തിൽ മക്കയിൽ ഹജ്ജിന് വന്നിരുന്ന ആളുകൾക്ക് വെള്ളം കൊടുത്ത് സഹായിച്ചിരുന്ന ഒരു പുണ്യ മനുഷ്യൻ ലാത്ത എന്ന വ്യക്തി. ലാത്ത മരണപ്പെട്ടപ്പം മക്കയിലെ ഖുറൈശ് ഗോത്രം ഒരുമിച്ച് കൂടി പറഞ്ഞു,
ലാത്തയെ നമ്മൾ മറക്കാൻ പാടില്ല. അതുകൊണ്ട് ലാത്തയുടെ കബറ് ഒരൽപ്പം മണ്ണിട്ട് പൊക്കണം. മണ്ണിട്ട് പൊക്കിയപ്പം വീണ്ടും ജനങ്ങൾ ഒരുമിച്ച് കൂടി പറഞ്ഞു, മണ്ണ് മാത്രം പോരാ, കുറച്ച് കോൺക്രീറ്റ് ഇട്ട് സിമന്റ് ഇട്ട് അതൊന്ന് പൊന്തിക്കണം. വീണ്ടും അവർ പൊന്തിച്ച കബറിന്റെ അരികിൽ വന്ന് പറഞ്ഞു, ഇങ്ങനെ കബറ് മാത്രം വെച്ചത് കൊണ്ട് കാര്യമല്ല, ആ കബറിന്റെ അരികിൽ വന്ന് എന്തെങ്കിലും ചില ഇബാദത്തുകൾ അർപ്പിക്കണം. അന്ന് മക്കക്കാര് കണ്ടെത്തിയൊരു ഇബാദത്ത്, കച്ചവടത്തിന് പോകുന്ന ഒട്ടകത്തിന്റെ മൂക്ക് കയറ് പിടിച്ച് ലാത്തയുടെ കബറിങ്കൽ വന്ന് ആ കബറിന്റെ അരികിൽ വെച്ച് അവര് ലാത്തയോട് പ്രാർത്ഥിച്ചു, ലാത്തേ ഞങ്ങളെ കച്ചവടം ഒന്ന് റാഹത്താകണം, ലാത്തേ ഞങ്ങളുടെ കച്ചവട യാത്ര എളുപ്പമാകണം. ആ ശിർക്കൻ വിശ്വാസം കണ്ടിട്ടായിരുന്നു അന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ ചെന്ന് ഏകാന്തവാസം ഇഷ്ടപ്പെട്ടത്. അല്ലാതെ മക്കയിൽ ജീവിക്കാനുള്ള സൗകര്യക്കുറവുണ്ടല്ല. ഇനിയും ചിന്തിച്ചു നോക്കൂ, മക്ക കാലഘട്ടത്തിൽ അള്ളാഹുവിനെ തൊട്ട് പറഞ്ഞ അന്ന് മുതൽ മക്കക്കാർക്ക് റസൂലുള്ള വേണ്ടാത്തവനായി. അൽ അമീൻ എന്ന് വിളിച്ചിരുന്ന നാവുകളെ കൊണ്ട് ഭ്രാന്തനെന്ന് വിളിച്ചു. പ്രവാചകനെ സ്നേഹിച്ചിരുന്ന കുടുംബക്കാർ കരിങ്കല്ല് കൊണ്ട് എറിഞ്ഞോടിച്ചു. എന്തിന്റെ പേരിൽ? മക്കയിൽ ഒരു പെണ്ണിനെ കയറി പിടിച്ചതിന്റെ പേരിലല്ല, മക്കയിൽ ഒരു സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിന്റെ പേരിലല്ല, മക്കയിലെ ഏതെങ്കിലും ഒരു മനുഷ്യനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തതിന്റെ പേരിലല്ല, മറിച്ച് അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ മക്കക്കാര് ഹബീബായ നബി തങ്ങളെ വെറുത്തു, റസൂലുള്ളാഹിനെ ആട്ടിപ്പായിപ്പിച്ചു, കരിങ്കല്ല് കൊണ്ട് എറിഞ്ഞോടിച്ചു. അവസാനം നിസ്സഹായതയിൽ കൊല ചെയ്യപ്പെടുമെന്നായപ്പോ റബ്ബിന്റെ കൽപ്പന പ്രകാരം അള്ളാഹുവിന്റെ പ്രവാചകൻ മദീനയിലേക്ക് നാടുവിട്ടു. 10 കൊല്ലങ്ങൾക്കപ്പുറം മദീനയിൽ നിന്ന് തിരിച്ച് മക്കയിലേക്ക് വരുന്ന രംഗം. സഹാബത്തിനെയും കൂട്ടി മക്കയിലെത്തുന്ന അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ മക്കയിൽ കാലുകുത്തുന്ന ഉടനെ തന്റെ മകളുടെ ഭർത്താവ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ അടുത്തു വിളിച്ചിട്ട് പറഞ്ഞു, അലി കയ്യിലുള്ളൊരു പാര, ഇരുമ്പിന്റെ പാര അലി ഇബ്നു അബീ ത്വാലിബിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, അലി ഒരാളുടെ നെരിയാണിക്ക് മുകളിൽ പൊങ്ങി നിൽക്കുന്ന സർവ കബറും അടിച്ചു നിരപ്പാക്കണേ അലി. ആരുടേതെന്ന് പറഞ്ഞാൽ പോലും വിട്ടേക്കരുത് അലി, ഒരു കബർ പോലും വിട്ടേച്ച് പോകരുതേ അലി. അന്ന് കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എന്ന ചെറുപ്പക്കാരനായ സ്വഹാബിയുടെ കൂടെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അടിച്ചു നിരപ്പാക്കിയ ഒരു കബർ പോലും ഇന്ന് സൗദി അറേബ്യയിലില്ല. ലോകത്തെ ഏറ്റവും വലിയ ഔലിയാക്കളായ ഉഹുദീങ്ങൾ, ബദരീങ്ങൾ, ഖന്ദഖീങ്ങൾ, ഖൈബരീങ്ങൾ ഇവരെല്ലാം കിടക്കുന്ന സൗദി അറേബ്യയിൽ ഒരു മണ്ണിൽ പോലും ഒരു കബർ കെട്ടപ്പൊക്കില്ല എങ്കിൽ അള്ളാഹുവിന്റെ റസൂല് ലോകത്തിന് പഠിപ്പിച്ച ഏറ്റവും വലിയ സന്ദേശം അതായിരുന്നു. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തൗഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. ഉറക്കമോ മയക്കമോ ബാധിക്കാത്ത, നാളെയുള്ളതും ഇന്നലെയുള്ളതും അറിയുന്ന, എന്തെന്തും ഏതെന്നും അറിയുന്ന, നിശ്ചയിക്കുന്ന ആ റബ്ബിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം. ഇനിയും പോട്ടെ, മരണം കൺമുൻപിൽ കണ്ടു കിടക്കുന്ന അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ റബീഉൽ അവ്വൽ 12-ാം തീയതി രോഗത്തിന്റെ കാഠിന്യത്താൽ കയ്യിലുള്ള ഒരു തോർത്തുമുണ്ട് അള്ളാഹിന്റെ റസൂല് മുഖത്തേക്കിടും. സഫർ മാസം 30 മുതൽ റബീഉൽ അവ്വൽ 12-ന്റെ അന്ന് മരിക്കുന്നത് വരെ, വഫാത്താകുന്നത് വരെ അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗിയ. അവസാനം മരിക്കുന്ന അന്ന് നേരം വെളുത്ത് സൂര്യൻ അതിന്റെ ചൂട് കാണിച്ചു തുടങ്ങിയപ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹാന്റെ മടിയിൽ കിടന്ന് അള്ളാഹുവിന്റെ റസൂല് കൊടുക്കുന്ന ഒരു അന്ത്യോപദേശമുണ്ട്. തന്റെ കയ്യിലുള്ള തോർത്തുമുണ്ട് മുഖത്തേക്കിടുകയും മുഖത്തുനിന്ന് വലിച്ചു മാറ്റുകയും ചെയ്യുന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സങ്കടം കണ്ടപ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നുണ്ട്, റസൂലേ എന്താ നിങ്ങൾക്ക് പറ്റിയത്? ഇക്കഴിഞ്ഞ 12 ദിവസവും ഞങ്ങൾ കാണാത്തൊരു വേദന നിങ്ങളെ മുഖത്ത് ഞങ്ങൾ കാണുന്നുണ്ട് റസൂലേ. സങ്കടം കൊണ്ട് വെങ്ങിപ്പൊട്ടുന്ന സഹാബത്തിന്റെ മുഖത്ത് നോക്കി ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് അന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്. ആകാശത്തേക്ക് വിരൽ ചൂണ്ടി അള്ളാഹിന്റെ റസൂല് പറഞ്ഞ അവസാനത്തെ വാക്കിങ്ങനെയാ, അല്ലാഹുവേ അല്ലാഹുമ്മ അഗ്നി അലാ സക്കറാത്തിൽ മൗത്ത് ഇന്നലിൽ മൗത്തി സക്കറാത്ത്. മരണത്തിന് വല്ലാത്ത വേദനയുണ്ടായിഷ, മരണത്തിന് വല്ലാത്ത വേദനയുണ്ടായിഷ. അല്ലാഹുവേ ആ മരണത്തിന്റെ വേദന എനിക്കൊന്ന് ഇങ്ങി കുറച്ച് തരണം പടച്ചോനെ. ഇത് പ്രാർത്ഥിക്കുന്ന തിരുദൂതൻ പെട്ടെന്ന് ബോധം കെട്ടുപോയി. ബോധക്കേടിനിടയിൽ വീണ്ടും അള്ളാഹുവിന്റെ റസൂലുള്ളാന്റെ നാവെന്തോ ചലിക്കുന്നുണ്ട് എന്നറിയുമ്പം സഹാബാക്കൾ ചോദിക്കും, ഉമ്മ എന്താ റസൂലുള്ളാന്റെ ചുണ്ടുകൾ മന്ത്രിക്കുന്നത്? ആയിഷ റളിയല്ലാഹു തആല അൻഹ എന്ന നമ്മളെ ഉമ്മ റസൂലുള്ളാന്റെ മുഖത്തേക്ക് ചെവി വെച്ച് കേട്ടപ്പോ
റസൂലുള്ള പറയുന്നത് ഇങ്ങനെയായിരുന്നു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. ജൂത ക്രൈസ്തവന്മാരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. എന്തിന്റെ പേരിൽ? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം, അവരുടെ അമ്പിയാക്കൾ മരണപ്പെടുമ്പോ ആ കബറുകൾക്ക് മുകളിൽ അവർ ആരാധനകൾ അർപ്പിച്ചിരുന്നു. ആ കബറിന്റെ മേലെ അവർ ബന കെട്ടിപ്പൊക്കിയിരുന്നു. ആ കബറിന്റെ അരികിൽ അവർ പ്രാർത്ഥനക്ക് ചെന്നിരുന്നു. അതുകൊണ്ട് ഉമ്മത്തെ, എന്റെ കബറിനെ നിങ്ങൾ ആരാധിക്കരുതേ. ലോകം കണ്ട ഏറ്റവും നല്ല പ്രവാചകൻ, അഷ്റഫുൽ ഹൽക്ക്, ഒരു പാപം ചെയ്യാത്ത റസൂലുള്ള, മക്കയിൽ ഓരോ കുടുംബത്തിനും പ്രിയപ്പെട്ട റസൂലുള്ള, ഇന്നും ലോകത്തിന്റെ ഐഡന്റിറ്റിയായി, നന്മയുടെ ചൂണ്ടുപലകയായി ലോകമാദരിക്കുന്ന പ്രവാചകന്റെ അവസാനത്തെ വാക്കിങ്ങനെയാ, ലാ തജ്അൽ ഖബരി ഇദാ, റബ്ബേ എന്റെ കബറിനെ നീ അങ്ങനെ ഒരു ആഘോഷ സ്ഥലമാക്കി മാറ്റരുതേ റബ്ബേ. എന്റെ കബറിനെ നീ ഒരിക്കലും ഒരു ആരാധനയുടെ സ്ഥലമാക്കി മാറ്റരുതേ റബ്ബേ. എന്നിട്ടും മതിവരാത്ത അള്ളാഹുവിന്റെ റസൂല് ആയിഷ റളിയല്ലാഹു തആല അൻഹാന്റെ മടിയിൽ കിടന്ന് സഹാബത്തിനോട് പറയുന്നുണ്ട്, സഹാബത്തെ, ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, ഒരിക്കലും എന്റെ കബറിന്റെ അടുത്ത് നിങ്ങൾ എന്നെ ഇബാദത്ത് ചെയ്യാൻ വരരുത്. ഈ പഠിപ്പിച്ച റസൂലുള്ളാഹിന്റെ അനുയായികൾക്ക് എങ്ങനെയാ അജ്മീർക്ക് പോകാൻ പറ്റുക? എങ്ങനെയാ നാഗൂർക്ക് പോകാൻ പറ്റുക? എങ്ങനെയാ സിയം മക്കാമിലേക്ക് പോകാൻ പറ്റുക? എങ്ങനെയാ ഉള്ളാള് തങ്ങൾക്കടിയിലേക്ക് പോകാൻ പറ്റുക? എങ്ങനെയാ ബദരീങ്ങളെ കാക്കണേ എന്ന് വിളിച്ചു പറയാൻ പറ്റുക? എങ്ങനെയാ മമ്പർത്തെ തങ്ങളെ രക്ഷിക്കണേ എന്ന് പറയാൻ പറ്റുക? എങ്ങനെയാ ഏലസ് കെട്ടാൻ കൈ നീട്ടിക്കൊടുക്കാൻ പറ്റുക? എങ്ങനെയാ മന്ത്രി ചൂതാൻ ഒരാളെ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുക? തന്റെ സദസ്സിൽ വന്ന് കൈ നീട്ടി സലാം പറഞ്ഞ പെൺകുട്ടിയുടെ കയ്യിൽ ഒരു കറുത്ത ചരട് കണ്ടപ്പം സലാം മടക്കാതെ ചൂണ്ടുവിരലുകൊണ്ട് ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും ആ ചരട് പൊട്ടിച്ചെറിഞ്ഞ് സലാം മടക്കി കൊണ്ടുവന്ന ഉമ്മാനോട് അള്ളാന്റെ റസൂലുള്ള കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്, പെണ്ണേ, നിന്റെ മകളെ നീ നരകത്തേക്ക് കൊണ്ടുപോകാൻ സഹായിക്കരുത്. ഒരിക്കലും അങ്ങനെ ഒരു തിന്മ നീ അവളോട് ചെയ്യാൻ പാടില്ലെന്ന് പഠിപ്പിച്ച ലോകത്തിന്റെ പ്രവാചകന്റെ അനുയായികൾക്ക് എങ്ങനെയാ ഒരു ഇസ്മിന്റെ, ഒരു മന്ത്രിച്ചൂതലിന്റെ, ഒരു ഏലസിന്റെ കെട്ടുന്നതിന് വേണ്ടി ആളുകൾക്ക് മുൻപിലേക്ക് കൈനീട്ടാനും അര കാണിക്കാനും കൈത്തണ്ട കാണിക്കാനും കഴുത്തിൽ കെട്ടിത്തൂക്കാനും വീട്ടിന്റെ ഉത്തരത്തിൽ കെട്ടിത്തൂക്കാനും നമ്മൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ നമ്മൾ അറിഞ്ഞിട്ടില്ല, റബ്ബിനെ നമുക്ക് മനസ്സിലായിട്ടില്ല. ആ റബ്ബിനെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാൾക്കും പടച്ചോന്റെ കബറിൽ റബ്ബി അല്ലാ, എന്റെ റബ്ബ് അല്ലാഹുവാണെന്ന് പറയാൻ പടച്ചോൻ ഒരിക്കലും അവസരം കൊടുക്കൂല. സഹാബത്ത് ചോദിച്ച റസൂലേ, വഅൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, നാവുകൊണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലുന്നവർക്ക് ആ തൗഹീദ് പറയാൻ, അല്ലാഹുവിന്റെ റബ്ബി അല്ലാ എന്ന് പറയാൻ കിട്ടുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പറഞ്ഞു, നാവുകൊണ്ട് പറഞ്ഞവർക്ക് അത് കിട്ടില്ല, ഹൃദയം കൊണ്ട് റബ്ബിനെ പറഞ്ഞവർക്ക് അത് കിട്ടൂ. ആരാണ് അവര്? ബിലാൽ ഇബ്നു റബാഹിനെ ചൂണ്ടി അല്ലാഹുവിന്റെ റസൂലുള്ള പറഞ്ഞു, നിന്റെ ബിലാലിന് അത് പറയാൻ കിട്ടും. കാരണം ചുട്ടുപൈത്ത മരുഭൂമിയിൽ മലർത്തിക്കടത്തി നെഞ്ചത്ത് വലിയ പാറക്കല്ലുകൾ വെച്ച് ചാട്ടവാറുകൊണ്ട് ശത്രു തല്ലുമ്പം കൈത്തണ്ടയിൽ നിന്നും മാംസം തെറിച്ചു പോകുന്നത് കണ്ടിട്ടും അടിക്കുന്ന ശത്രുവിന്റെ കണ്ണിൽ നോക്കി അല്ലാഹു അക്ബർ, എനിക്കെന്റെ റബ്ബാണ് വലുത് എന്ന് പ്രഖ്യാപിച്ച ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെ അത് പറയാൻ കിട്ടും. മരത്തിൽ പിടിച്ച് കെട്ടിയിട്ട് വസ്ത്രങ്ങൾ അയച്ച് ഇരുമ്പ് കമ്പി ചുട്ടുപഴിപ്പിച്ച് ശരീരത്തിന്റെ ഗുഹ്യസ്ഥാനത്ത് കുത്തിക്കയറ്റുമ്പം കരിയുന്ന മാംസത്തിന്റെ ഗന്ധത്തോടൊപ്പം കുത്തുന്ന ശത്രുവിന്റെ കണ്ണിൽ നോക്കി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ ധീരവനിത സുമയ്യ റളിയല്ലാഹു അൻഹാക്ക് റബ്ബി അല്ലാ എന്ന് പറയാൻ കിട്ടും. വെള്ളത്തിൽ മുക്കിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നതിനിടയിൽ ഓരോ തവണ ആഞ്ഞു വലിക്കുന്ന ശ്വാസത്തോടൊപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് നെഞ്ചു പൊട്ടി പറഞ്ഞ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിന് റബ്ബി അല്ലാ എന്ന് പറയാൻ പറ്റും. ഉഹുദിന്റെ രണാങ്കണത്തിൽ ചാട്ടുളിയുടെ ഏറ് കിട്ടി മാറു പിളർന്ന് രക്തം ചിന്തി മരണപ്പെടുന്നതിന്റെ അവസാന നിമിഷത്തിൽ ആ ഉഹുദിന്റെ മണൽത്തരികളിൽ മുഖം കുത്തി വീഴുന്ന സെക്കൻഡിൽ പോലും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ അസദുല്ലാ ഹംസ റളിയല്ലാഹു അൻഹുവിന് റബ്ബി അല്ലാ എന്ന് പറയാൻ കിട്ടും. ഉഹുദിന്റെ രണാങ്കണത്തിൽ വലത് കൈക്ക് വെട്ടുകിട്ടി പതാക ഇടത് കൈയിൽ പിടിക്കുമ്പം ഇടത് കൈക്കും വെട്ടുകിട്ടി അറ്റുപോയ രണ്ട് കൈകൾ ഉപയോഗിച്ച് പതാക മാറത്തെ കടക്കി പിടിച്ച് മുൻപോട്ടോടുമ്പം കുന്തം കൊണ്ട് വയറ്റത്ത് കുത്തുകിട്ടുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് പറഞ്ഞ് ആ മണൽത്തരികളിലേക്ക് മുഖം കുത്തി വീണ് മരിച്ചുപോയ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ റബ്ബി അല്ലാ എന്ന് പറയാൻ കിട്ടും. നമ്മക്കത് പറയാൻ കിട്ടുമോ എന്ന് ചിന്തിക്കുന്നിടത്താണ് ഒരാളുടെ ജീവിതത്തിന്റെ വിജയം. എന്നെ 6 അടി മണ്ണിലേക്ക് വെച്ച് പടച്ചോൻ ചോദിക്കുമ്പം ഞാൻ അള്ളാഹുവിന് വേണ്ടി ജീവിച്ചവനാന്ന് പറയാൻ, ആ അള്ളാഹുവിനെ ഞാൻ ഒരിക്കലും കൈവിട്ടിട്ടില്ലെന്ന് പറയാൻ, ആ അള്ളാഹു അല്ലാത്ത മറ്റൊരാളോടും ഞാൻ പ്രാർത്ഥനയോ ഇസ്തിഗ്ഫാറോ നടത്തിയിട്ടില്ല എന്ന് പറയാൻ,
ഇന്ന് വരെ ഒരു ജാറത്തിങ്കലും മക്ബറയിലും ദർഗയിലും കയറിയിട്ട് ആ കബറാളിയോട് പ്രാർത്ഥിച്ചിട്ടില്ലെന്ന് പറയാൻ, ഇന്നൊരാൾക്ക് മുൻപിലും കൈനീട്ടിക്കൊടുത്ത് ഏലസിന് വേണ്ടി കാത്തുനിട്ടില്ലെന്ന് പറയാൻ, ഈ കെട്ട് നിർമ്മിക്കപ്പെടുന്ന അന്ധവിശ്വാസത്തിലേക്കും നിർമ്മിതമാക്കപ്പെടുന്ന ഡിങ്കൻ മായാവി കഥകളിലും എനിക്ക് വിശ്വാസമില്ലെന്ന് പറയാൻ ഇന്ന് മുസ്ലിം ഉമ്മത്തിന് സാധിക്കുന്നു. അന്നേ പടച്ചോന്റെ സഹായം വരൂ, അന്നേ അള്ളാന്റെ കാവലുണ്ടാകൂ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മരണം തേടിയെത്തുന്നതിന്റെ മുൻപ് വിശ്വാസത്തെ കുറിച്ചൊന്ന് ചിന്തിക്കണം. വെറും കൂലികളായി റാൻമൂളുന്ന മൂളിപ്പാളുകളായി മാറാൻ എന്റെ വിശ്വാസത്തെ എനിക്കെന്റെ റബ്ബിൽ വിശദീകരിക്കണമെങ്കിൽ എനിക്കതിനെപ്പറ്റി അറിവുണ്ടാകണം, ഞാൻ പഠിക്കണം. അതുകൊണ്ടാ റബ്ബ് പഠിപ്പിച്ചതും പ്രവാചകനിലൂടെ തൊലബൽ ഇൽമു ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ. അറിവ് അന്വേഷിക്കുക, പഠിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാ. ഖത്തർ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിലെ ഒരു പറ്റം ചെറുപ്പക്കാരും ഒരു പറ്റം നേതാക്കന്മാരും ഈ ഉമ്മത്തിനെ അറിവ് പഠിപ്പിക്കാൻ വേണ്ടി 5ാമത്തെ സംഗമം നടത്തുന്നുണ്ടെങ്കിൽ ഈ 5 സംഗമത്തിനിടയിൽ തൗഹീദ് എന്തെന്ന് തിരിയാനും തിരിച്ചറിയിച്ചു കൊടുക്കാനും ഇപ്പോഴും ജാറത്തിൽ പോയി മക്ബറ മൂടി അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും ജീവിക്കുന്ന സ്വന്തം കുടുംബത്തിലും സ്വന്തം വീട്ടിന്റെ ഉള്ളിലും തൗഹീദ് പറയാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിൽ വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദരിഹി, നിങ്ങൾക്ക് അള്ളാനെ തിരിഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് അള്ളാനെ മനസ്സിലായിട്ടില്ല. ആ റബ്ബ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അഫമിൻ ഹാദൽ ഹദീസ് തഅജബൂൻ, നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ? അള്ളാന്റെ ഖുർആൻ കേട്ടിട്ട് നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ? ആകാശങ്ങൾ പൊട്ടിപ്പളരുമെന്നും സമുദ്രങ്ങൾ തിളച്ചുമറിയുമെന്നും ആകാശങ്ങളിലുള്ളത് ഉതിർന്നു വീഴുമെന്നും ഭൂമിക്കുള്ളിലുള്ളത് പുറത്തേക്ക് തള്ളുമെന്നും മാസം തികയാതെ ഗർഭിണികൾ പ്രസവിച്ചു പോകുമെന്നും മുലയൂട്ടുന്ന പൈതലിനെ ഉമ്മമാര് വലിച്ചെറിയുമെന്നും മനുഷ്യന് കൊന്നു തിന്നാൻ കാത്തു നിൽക്കുന്ന ഭയാനകമായ ജന്തുക്കൾ വട്ടം കൂടി ഭയപ്പെടുകയും ചെയ്യുന്ന ഒരു ദിവസത്തെ അഫമിൻ ഹാദൽ ഹദീസി തഅജബൂൻ, മറന്നോ ഉമ്മത്തെ നിങ്ങൾ? വതൽഹഖൂൻ, നിങ്ങൾക്ക് ചിരിക്കാൻ തോന്നുന്നുണ്ടോ? അത് സംഭവിക്കുവോ സംഭവിക്കാതിരിക്കുവോ എന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? തൊട്ട് വാക്കിയിൽ അള്ളാഹു പറയുന്നു വലതബ്കൂൻ, ഒന്ന് കരഞ്ഞൂടെ മനുഷ്യ നിനക്ക്? അള്ളാന്റെ മുൻപിലേക്ക് കൈ നീട്ടുമ്പം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഓരോ കൊയലുകളും ശുദ്ധീകരിച്ച് ചെറിയ കുടലിൽ നിന്നും വൻകുടലിലേക്ക് എത്തിച്ച് ആവശ്യമുള്ളത് കിഡ്നിയിൽ നിന്ന് രക്തമാക്കി മാറ്റി ആവശ്യമുള്ളത് ശരീര വളർച്ചക്ക് കൊടുത്ത് ആവശ്യമില്ലാത്തത് മൂത്രസഞ്ചിയിലേക്കും ആവശ്യമില്ലാത്തത് മനുഷ്യന്റെ വിസർജ്ജ സഞ്ചിയിലേക്കും കൊടുത്ത് ഇരിക്കുമ്പോഴേക്കും പുറത്തേക്ക് പോയി നിനക്ക് ആവശ്യമായ ശരീരഘടന തന്നവൻ, സ്നേഹിക്കാൻ മാതാവ്, ശ്വസിക്കാൻ വായു, കുടിക്കാൻ വെള്ളം, നടക്കാൻ കാല്, ചിന്തിക്കാൻ തലച്ചോറ്, കാണാൻ കണ്ണ്, ചവച്ചരയ്ക്കാൻ പല്ലുകൾ, സംസാരിക്കാൻ നാവുകൾ, കേൾക്കാൻ ചെവികൾ. അഫമിൻ ഹാദൽ ഹദീസി വലാ തബ്കൂൻ, ഒന്ന് കരഞ്ഞൂടെ മനുഷ്യ? അല്ല എന്ത് കുറവാ എനിക്ക് തന്നിട്ടുള്ളത്? പടച്ചോൻ എന്ത് പോരായ്മ എനിക്ക് തന്നിട്ടുള്ളത്? ആ തിരിച്ചറിവിലേക്ക് നമ്മളെ മനസ്സുകൾ ചേർത്ത് വെക്കുമ്പോഴാണ് നമ്മളൊരു നല്ല വിശ്വാസിയാകുന്നത്. ആ വിശ്വാസിക്ക് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുമ്പോ നെഞ്ചിന്റെ ഉള്ളിൽ പടച്ചോനെ ബോധ്യപ്പെടാൻ പറ്റൂ. അല്ലെങ്കിൽ ഓൻ നിസ്കരിക്കുമ്പോ കൈയിട്ടും സലാം വീട്ടുമ്പോ അവൻ എന്നെ ഓർമ്മ ഉണ്ടാവൂല, ഞാനിപ്പോ ഇതിപ്പോ ഏതാ നിസ്കരിച്ച്, ഞാൻ ഇതിലൊക്കെ എന്താ ചെല്ലിയത് എന്ന്. ആ തിരിച്ചറിവിനോടൊപ്പം തന്നെ അള്ളാഹു ചോദിക്കുന്ന മറ്റൊരു ചോദ്യം നമ്മളെ കുടുംബത്തെ കുറിച്ചാ, നമ്മളെ ബന്ധങ്ങളെ കുറിച്ചാ. സഹോദരങ്ങളെ, ഇന്ന് ബന്ധങ്ങൾ അകന്നുകൊണ്ടിരിക്കുകയാ. ആർക്കും ആരോടും പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റുകളൊന്നുമില്ല. കാര്യം കിട്ടെങ്കിൽ ബന്ധം ചേരാൻ ആൾക്കാർ റെഡിയാ. സഹായം കിട്ടുമെങ്കിൽ ആരെ മുൻപിലും ചിരിച്ചു കാണിക്കാൻ ജനങ്ങൾ റെഡിയാ. താല്പര്യമില്ല, സൗകര്യങ്ങളില്ല, എനിക്ക് നേട്ടമില്ല എങ്കിൽ ആരും ബന്ധങ്ങൾക്ക് വലിയ സ്ഥാനമൊന്നും കൊടുക്കുന്നില്ല. എത്ര പേരാ തമ്മിൽ പിണങ്ങി ജീവിക്കുന്നത്, എത്ര പേരാ അലോഗ്യം കാണിച്ച് ജീവിക്കുന്നത്, എത്ര പേരാ മനസ്സിന്റെ പകയുമായി അള്ളാഹുവിന്റെ അരികിലേക്ക് തിരിച്ചു മടങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആലോചിച്ചു നോക്കൂ. മദീന പള്ളിയിൽ ഒരായത്തെന്ന് അള്ളാഹുവിന്റെ റസൂൽ ഓതിയോ അന്നൊക്കെ പിൻഭാഗത്ത് സഹാബത്ത് ബോധം കെട്ടു വീഴും. നമസ്കരിച്ച് സലാം വിട്ടുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധം കെട്ടുകിടക്കുന്ന സഹാബത്തിന്റെ അരികിൽ ചെന്ന് അവർക്ക് മുഖത്ത് വെള്ളം തളിച്ച് ഞെട്ടി എഴുന്നേൽക്കുമ്പോ എന്തോ കണ്ട് ഭയപ്പെട്ടവരെ പോലെ റസൂലുള്ളാന്റെ മുഖത്തേക്ക് നോക്കി കരയുന്ന സഹാബത്തിനോട് അള്ളാന്റെ ഹബീബുള്ള ചോദിക്കും, സഹാബത്തെ, പട്ടിണി കൊണ്ടാണോ നിങ്ങൾ ബോധം കെട്ടുപോയത്? ആ ചോദ്യത്തിന് അവര് തിരിച്ചുള്ള മറുപടി കാണിച്ചത് അവരുടുത്ത വസ്ത്രം പൊക്കി കാണിച്ചിട്ടാ. പരന്ന പാറക്കല്ല് വയറ്റത്ത് അമർത്തി കെട്ടിവെച്ചത് കണ്ട് കണ്ണ് നിറഞ്ഞു നിൽക്കുന്ന റസൂലുള്ളാനോട് അവര് തിരിച്ചു പറഞ്ഞു, അള്ളാന്റെ ഹബീബേ, പട്ടിണിയാണെ ഞങ്ങൾ കല്ലുകൊണ്ട് അതിനെ പ്രതിരോധിക്കും. പിന്നെന്തുകൊണ്ടാ സഹാബത്തെ നിങ്ങൾ കരഞ്ഞ്, നിങ്ങൾ ബോധം കെട്ടത് എന്തുകൊണ്ടാ? അവര് തിരിച്ചു പറഞ്ഞു, റസൂലേ, നിങ്ങൾ ഓതിയ ആയത്ത് കേട്ടപ്പം നെഞ്ചിന്റെ ഉള്ളിൽ വല്ലാത്തൊരു പെടച്ചിൽ വന്നു റസൂലേ, വല്ലാത്തൊരു വിങ്ങല്. ഏതാ ആയത്ത്? യാ അയ്യുഹല്ലദീന ആമനു
ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഖിലാലുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പലരെയും റബ്ബ് പേരെടുത്ത് വിളിക്കുന്നുണ്ട്. യാ അയ്യുഹൽ കാഫിറൂൻ, കാഫിരീങ്ങളെ, പല വേഷം കെട്ടിയാടുന്ന കാഫിരീങ്ങളെ. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ. പക്ഷേ റബ്ബ് ഈ ആയത്തിൽ വിളിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ. 5 വക്ത് നിസ്കരിക്കുന്നവരെ, നോമ്പ് നോൽക്കുന്നവരെ, ഇന്നുവരെ ഒരു ജാറത്തിങ്കലും മക്ബറയിലും പോലും ശിർക്ക് ചെയ്യാത്തവരെ, അള്ളാഹുവിന്റെ ഖുർആനിനെ കലാമായിട്ട് അംഗീകരിച്ചവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധ റമളാൻ മാസത്തിൽ പട്ടിണി കിടക്കുന്നവരെ, കണക്ക് നോക്കി സകാത്ത് കൊടുക്കുന്നവരെ, അള്ളാന്റെ കഅബാലയം തവാഫ് ചെയ്ത് ഉംറയും ഹജ്ജും നിർവഹിച്ച ആമനു, വിശ്വാസികളെ. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും പടച്ചോന്റെ നരകാഗ്നിയിൽ നിന്നും കാത്തുരക്ഷിക്കണം. ഖൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്തണം. ഇത് കേൾക്കുമ്പം ചില രക്ഷിതാക്കൾ പറയും, ഞാൻ പള്ളിക്ക് പോകാറുണ്ട്, എനിക്കൊരു ജമാഅത്ത് ഒഴിവാകാറില്ല, ഞാൻ ഖുർആൻ ഓതാറുണ്ട്, നിന്റെ പെണ്ണുങ്ങൾ ഖുർആൻ ക്ലാസ്സിക്ക് പോകാറുണ്ട്, നിന്റെ ഓള് പർദ്ദടാണ്ട് പുറത്തിറങ്ങാറില്ല, അന്യ പെണ്ണിനെ ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ കാരണം ഒരാളെ കുടുംബത്തിന് ഒരു മാനഹാനി വരുത്തിയിട്ടില്ല, ഞാൻ നിന്റെ പൈസ, നിന്റെ ജോലി, നിന്റെ കൂലി, നിന്റെ കുടുംബം എന്നും പറഞ്ഞ് ജീവിക്കുന്ന വാപ്പയാ എന്ന് പറയുന്ന വാപ്പാരെ, ഉമ്മാരെ, അത് പോരാ. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. 4:45 ബാങ്ക് കൊടുക്കുമ്പം മക്കളെ പുതപ്പിന്റെ ഉള്ളിൽ നിന്നും വിളിച്ചുണർത്താൻ പറ്റുന്നില്ലെങ്കിൽ, ഭർത്താവിനെ വിളിച്ചുണർത്താൻ പറ്റുന്നില്ലെങ്കിൽ, ഭാര്യയെ വിളിച്ചുണർത്താൻ പറ്റുന്നില്ലെങ്കിൽ, വീട്ടിന്റെ പുറത്തേക്കിറങ്ങുന്ന പെണ്ണിനോട് നിന്റെ ഔറത്ത് പടച്ചോൻ കാണുമ്പം കോടാനുകോടി മലക്കുകൾ പെണ്ണെ നിന്നെ ശപിക്കുന്നുണ്ടെന്ന് പറയാൻ നാവ് പൊന്താത്ത ആണാണെങ്കിൽ, നമസ്കരിക്കാതെ ടിവിയും കണ്ട് രാഷ്ട്രീയവും പറഞ്ഞ് കൂട്ടുകാരോടും കുടുംബക്കാരോടുമൊപ്പം സൊറ പറഞ്ഞിരിക്കുന്ന ഭർത്താവിനോട് നിങ്ങൾ ളുഹ്ർ നിസ്കരിച്ചോ, നിങ്ങൾ അസർ നിസ്കരിച്ചിരുന്നോ, നിങ്ങൾ വീട്ടിലുണ്ടായിട്ട് എന്തേ മഗ്‌രിബിന് പോകാത്തത്, ഇശായിന് മക്കളെയും കൂട്ടി ഒന്ന് പോയിക്കൂടെ, സുബ്ഹിക്കൊന്ന് എഴുന്നേറ്റൂടെ എന്ന് ചോദിക്കാത്ത ഭാര്യമാരാണെങ്കിൽ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെ കാര്യം തന്നെ പറയാൻ പറ്റും എന്ന് വിചാരിക്കല്ലേ. നിങ്ങളെ മക്കളെ പറ്റി പടച്ചോൻ ചോദിക്കും. 100 കണക്കിന് കുടുംബത്തിന് പടച്ചോൻ മക്കളെ കൊടുക്കാതിരുന്നപ്പോ അല്ല 2 ആണിനെയും 1 പെണ്ണിനെയും എനക്ക് തന്നില്ലേ? നീ അധ്വാനിക്കുന്ന സമ്പത്തിന് എന്റെ മക്കളുണ്ടെന്ന പ്രതീക്ഷയല്ലേ 1 ഉറുപ്പ്യ ഉണ്ടാക്കാൻ എന്നെ സഹായിക്കുന്നത്? നാളെ വീണ് കിടന്നാലും എന്റെ മക്കൾ എന്നെ നോക്കുമെന്ന സ്വപ്നത്തിലല്ലേ നീ ജീവിക്കുന്നത്? മക്കളില്ലാതെ കണ്ണുനീരുമായി ജീവിക്കുന്ന 100 കണക്കിന് പെൺമക്കളെ, 100 കണക്കിന് ആൺകുട്ടികളെ മുഖത്ത് നോക്കി, സ്വന്തം മക്കളെ മുഖത്തേക്ക് നോക്കി അൽഹംദുലില്ലാഹ് ഒന്നെങ്കിൽ ഒന്ന് പടച്ചോൻ തന്ന് എന്ന് നീ ആശ്വസിക്കുന്നുണ്ടെങ്കിൽ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, ആ 1 നോക്കി, ആ 2 നോക്കി, ആ 3 നോക്കി, ആ 4 നോക്കി അള്ളാന്റെ മഹിശറയിൽ നെഞ്ചുപൊട്ടിക്കരഞ്ഞ് ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, പടച്ചോനെ ഫിത്നയായി പോയല്ലോ, നിന്റെ മക്കൾ എനിക്ക് ഫിത്നയായല്ലോ, നിന്റെ ഭർത്താവ് എനിക്ക് ഫിത്നയായല്ലോ, നിന്റെ ഭാര്യ എനിക്ക് ഫിത്നയായല്ലോ, എന്നെ കെട്ടിയ പിയ്യാപ്ല 2ാമത്തെ മാസം തന്നെ എന്നെ ഗൾഫിക്ക് കൊണ്ടുപോയപ്പോ നാട്ടുകാർ പലരും പറഞ്ഞു ഓളെ ഭാഗ്യാന്ന് പറഞ്ഞിട്ടുണ്ട് റബ്ബേ. പക്ഷേ അയാളിന്റെ ദീന്, എന്റെ ദുനിയാവ്, ഇത് രണ്ടും നഷ്ടപ്പെടുത്തിയ മനുഷ്യനാ, അവൾ എന്റെ ദീന് ദുനിയാവ് നഷ്ടപ്പെടുത്തിയ പെണ്ണാ എന്ന് പരസ്പരം പൈചാരുന്ന റബ്ബിന്റെ മഹ്ശറാ ലോകം. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ, മനുഷ്യരെയും കല്ലുകളെയും ഇന്ധനമായി കത്തിക്കുന്ന നരകാഗ്നി. ഒരു ഉമ്മാന്റെ കരച്ചിലിനും അള്ളാന്റെ തീരുമാനം തിരുത്താനാവില്ല. ഒരു വാപ്പാന്റെ പ്രാണൻ പൊടിഞ്ഞ കരച്ചിലിനും അള്ളാന്റെ തീരുമാനം തിരുത്താനാവില്ല. ഏടുകൾ നൽകപ്പെട്ട് കൃത്യമായി വിധിക്കപ്പെട്ട് പടച്ച റബ്ബിന്റെ മലക്കുകളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അലൈഹാ മലായികത്തുൻ ഖിലാലുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. ഒരാളുടെയും വാക്ക് കേൾക്കാത്ത, ഒരാളുടെ കരച്ചിലും പരിഗണിക്കാത്ത, ഒരാളുടെ നെഞ്ചുപൊട്ടിയ സങ്കടത്തിനും കണ്ണുകൊടുക്കാത്ത പടച്ചോന്റെ മലക്കുകള് നിങ്ങളെയും മക്കളെയും അള്ളാന്റെ നരകക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയും എന്ന ആയത്ത്, ആ ആയത്ത് കേൾക്കുമ്പോഴേക്കും സഹാബത്ത് പൊട്ടിക്കരയും. അവർ കരഞ്ഞ് കണ്ണീരുമായിട്ട് ബോധം കെട്ട് വീഴും. നമ്മൾ എത്ര പേര് ഈ സ്വന്തം കുടുംബത്തെ നോക്കിയിട്ട് സങ്കടപ്പെട്ടിട്ടുണ്ട്?
എത്ര ആളുകൾക്ക് അതിനു വേണ്ടി മുന്നൊരുക്കം നടത്താൻ പറ്റിയിട്ടുണ്ട്. ഓരോ ബന്ധങ്ങളും ഞാൻ പറയാറുണ്ട്. കാരക്കുന്നത്തെ നന്മണ്ടയിലെ അബ്ദുറഹ്മാൻ നഫീസാനെ കെട്ടിയിട്ട് ഒരു രാത്രി കൂടെ കിടന്നപ്പണ്ടായ മുതലല്ല ഞാൻ. ബാപ്പാന്റെ ശ്രവിക്കപ്പെടുന്ന ബീജത്തിൽ എന്നെ പടച്ചോൻ തെരഞ്ഞെടുത്തു. കോടിക്കണക്കിന് ബീജം ഉണ്ടായിരുന്നു എന്റെ വാപ്പാന്റെ ബീജത്തിൽ. അതിൽ ഇന്നോട് പടച്ചോൻ പറഞ്ഞു, ഓടിക്കോ, ഉമ്മാന്റെ ഗർഭാശയത്തിന്റെ 3 ഭിത്തിയിലുള്ള അണ്ടത്തോട് പോയി അള്ളിപ്പിടിച്ചോ. പടച്ചോൻ എനിക്ക് തന്ന അവസരാണത്. ആ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ 9 മാസം പടച്ചോൻ കൊണ്ടുനടന്നു. ഒരു പോറൽ പോലും പടച്ചോനെ ഏൽപ്പിച്ചിട്ടില്ല. പലർക്കും 4-ാം മാസത്തിൽ പടച്ചോൻ കളഞ്ഞു, 6-ാം മാസത്തിൽ കളഞ്ഞു, 8-ാം മാസത്തിൽ പോലും പുറത്തേക്ക് വന്നത് ചാപ്പിള്ളയാണ് കണ്ടു. പലരുടെയും തല മേലോട്ടായി, പലർക്കും അംഗവൈകല്യം ഉണ്ടായി, പലർക്കും മുച്ചറി ഉണ്ടായി, പലർക്കും കൈവിരലുകൾ ഉണ്ടായി, പലർക്കും 6 വിരലുകൾ ഉണ്ടായി. പക്ഷെ പടച്ചോൻ എന്നെ കൃത്യമായിട്ട് താഴേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, സ്നേഹിക്കാൻ വാപ്പനെയും തന്നു, സ്നേഹിക്കാൻ അമ്മനെയും തന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പം ഇരട്ടകളായ 2 അനിയന്മാരെ തന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പം പടച്ചോൻ വീണ്ടും എനിക്ക് സന്തോഷം തന്നു. ഇങ്ങനെ എന്റെ ജീവിതത്തിൽ ഞാൻ ആരാവണമെന്നും ഞാൻ ഏത് കുടുംബത്തിലാകണമെന്നൊക്കെ പടച്ചോൻ തീരുമാനിച്ചതാ. അതുകൊണ്ടാ അള്ളാഹു പറഞ്ഞു, നിങ്ങളെ കെട്ടിയ പെണ്ണ്, ചിലർ പറയാറില്ലേ, എന്നെ കണ്ണുന്നതിന്റെ തൊട്ടു മുൻപ് ഞാൻ വേറൊരുത്തിനെ കണ്ടീനും, എന്തല്ല ഗ്ലാമറായി എന്നറിയോന്ന്. എന്റെ തലയിൽ പടച്ചോൻ ഓളെ എഴുതി വെച്ചിട്ടുണ്ട്. അവന്റെ ജീവിതത്തിൽ ഓക്ക് എഴുതി വെച്ചപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ബന്ധങ്ങളെ ഏറ്റവും മനോഹരമായി കൊണ്ടടക്കാൻ പറ്റണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ തിരുദൂതൻ ഓരോ ബന്ധങ്ങൾക്കും കൊടുക്കുന്ന ഓരോ സ്ഥാനമുണ്ട്. ആദർശ ബന്ധത്തിനായിരുന്നു റസൂലുള്ള ഏറ്റവും പ്രാധാന്യം കൊടുത്ത്. ആദർശ ബന്ധം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന്റെ തൊട്ടു മുൻപ് മദീനത്തെ പള്ളിയിൽ ഒറ്റക്ക് ഇങ്ങനെ ഇരുന്നിങ്ങനെ കരയുന്നുണ്ട് ഒരു രംഗം. അപ്പൊ സഹാബാക്കളൊക്കെ ഇങ്ങനെ ചുറ്റും കൂടും. ഏകദേശം മരണത്തെ പറ്റിയിട്ടുള്ള അടയാളങ്ങളൊക്കെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടുന്ന കാലഘട്ടമാണത്. കാരണം മരിക്കുന്നതിന്റെ തൊട്ടു മുൻപുള്ള റമദാനിൽ 2 തവണ ജിബ്രീൽ വന്നു റസൂലുള്ളാഹിനെ കൊണ്ട് ഖുർആൻ ഓദിക്കാൻ. അപ്പൊ സഹാബത്തിനൊരു സംശയം, റസൂലേ, 1 തവണയെ ജിബ്രീൽ വരാറുള്ളൂ റമദാനിൽ, ഇതെന്താ 2 തവണ വന്ന്? പുഞ്ചിരിയോടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തലയാട്ടിന. കാരണം റസൂലുള്ളാഹിക്ക് ബോധിയായി അടുത്ത റമദാൻ ഓദിക്കാൻ ഞാൻ ഉണ്ടാവൂല എന്ന്. എല്ലാ റമദാനിലും 10 ദിവസത്തെ ഇത്തിക്കാഫിനാ റസൂലുള്ളാഹിക്ക് കൽപ്പന കിട്ടുക. മരിക്കുന്നതിന്റെ തൊട്ടു മുൻപുള്ള റമദാനിൽ അള്ളാന്റെ വഹി വന്നു, ജിബ്രീൽ വന്നു, റസൂലേ 20 ദിവസങ്ങളോട് പള്ളിയിൽ ഇത്തിക്കാഫ് ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട് പടച്ചോൻ. റസൂലുള്ളാഹിക്ക് ബോധിയായി ഏകദേശം എന്റെ കാര്യമൊക്കെ തീരാനായിട്ടുണ്ട്, എന്നെ പടച്ചോൻ തിരിച്ചുകൊണ്ടുപോകാനുള്ള ഒരുക്കം തുടങ്ങിയിട്ടുണ്ട് എന്ന്. അതിനുശേഷം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ സഹാബത്തിന്റെ ഖബറിന്റെ അരികിലും പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആദ്യം ഉഹുദ് പോവും, നെഞ്ചുപൊട്ടി റസൂൽ കരയുന്നുണ്ട് റസൂലുള്ളാഹിന്റെ കൂടെ നിന്ന് ഉഹുദീങ്ങൾക്ക് വേണ്ടി. പിന്നെ ബദറിൽ പോകും, ബദറിൽ ചെന്ന് റസൂലുള്ള മണൽത്തരികളിൽ കൈ അമർത്തി വെച്ച് കരയുന്നുണ്ട്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചുപോയ തന്റെ ഓരോരുത്തരെ സഹാബത്തിന്റെ ഖബറിന്റെ അരികിലും പോകും. അക്കൂട്ടത്തിൽ ഖദീജ ബീവിന്റെ അരികിലും പോകുന്ന രംഗമുണ്ട്. ആ രംഗത്താണ് റസൂലുള്ള ഖബറിന്റെ മേലെ നിന്നിട്ട് കരയുന്നത്. സഹാബത്ത് ചോദിക്കുന്നുണ്ട്, റസൂൽ നിങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു നിങ്ങളെ ഖദീജാനേന്ന്. അതിനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറയുന്നത്, ആകാശം പടച്ചോൻ ചൂണ്ടിക്കാണിച്ചിട്ട് എടുക്കാൻ പറഞ്ഞാലും മറുഭാഗത്തിന്റെ ഖദീജാനെ നിർത്തിയിട്ടുണ്ട്. ഞാൻ എന്റെ ഖദീജാനെ എടുത്തു, ഞാൻ എന്റെ ഖദീജാനെ പടച്ചോനോട് ചോദിക്കൂന്ന്. അങ്ങനെ ഒരു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഒറ്റക്ക് കണ്ണ് നിറയുന്നത് കണ്ടപ്പം സഹാബാക്കൾ കുറച്ചുപേര് റസൂലുള്ളാഹിന്റെ അരികിൽ വന്നു. അങ്ങനെ വന്നാൽ റസൂലുള്ളാഹിക്കും അറിയാം അവർക്കെന്തോ ചോദിക്കാനുണ്ട്. റസൂലുള്ള ചോദിക്കുക, എന്തേ സഹാബത്തെ? അവർ പറഞ്ഞു, നബിയെ ഒരു ചോദ്യമുണ്ട്. എന്താ? അവിവേകാണെങ്കിൽ പൊറുക്കണം, ചോദിക്ക് സഹാബത്തെ. റസൂൽ, എങ്ങൾക്ക് ഭാര്യമാരിൽ ആരോടാ ഏറ്റവും ഇഷ്ടം കൂടുതൽ? അള്ളാന്റെ റസൂൽ പുഞ്ചിരിയോടെ പറഞ്ഞു, എനിക്ക് എല്ലാ ഭാര്യമാരും ഒരുപോലെയാ സഹാബത്തെ. അപ്പൊ ഒരു സഹാബാക്കൾ പറഞ്ഞു, റസൂലെ, ഞങ്ങളിൽ ചിലർക്ക് ഒരു സംശയമുണ്ട്, താങ്കൾക്ക് ആയിഷ ബീവിയോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട്, ഞങ്ങൾക്ക് അത് അനുഭവപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് അവരെന്നെ ചോദിക്കും, അത് കാരണം ചിലർ പറയുന്നത് റസൂലെ ആയിഷ ബീവിന്റെ ചെറുപ്പാണ്, കാരണം ചെറിയ പെൺകുട്ടിയാണല്ലോ അതുകൊണ്ടാണെന്ന. വേറെ ചിലർ പറയുന്നത് ആയിഷ ബീവിന്റെ സൗന്ദര്യമാണെന്നാ, നല്ല സൗന്ദര്യമുള്ള വ്യക്തിയായിരുന്നു. ഇത് കേട്ടപ്പോഴേക്കും റസൂലുള്ളാഹിന്റെ കണ്ണ് പെട്ടെന്ന് നിറഞ്ഞങ്ങനെ ഒഴുകും. താടിൻ്റെ ഉള്ളിൽ കൂടെ കണ്ണീരിങ്ങനെ ഒലിക്കുന്നത് കണ്ടപ്പോൾ സഹാബാക്കൾക്കും ചോദിച്ചു പോയല്ലോ എന്നായി പോവും. അവര് ചോദിച്ചു, റസൂലേ, ഞങ്ങൾ പറഞ്ഞത് അവിവേകായിപ്പോയെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെട്ടു തരണം. അള്ളാഹുവിന്റെ റസൂലുള്ള കണ്ണീരിന്റെ ഇടക്ക് പറയും, അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങളെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പറഞ്ഞ 2 കാരണവുമല്ല അങ്ങനെ ഉണ്ടാവാനുള്ള കാരണം. അങ്ങനെ എനിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. സഹാബത്ത് വെച്ച്, എന്താ റസൂലേ? മക്കയിൽ അള്ളാഹുവിന്റെ ദീനുമായി ഞാൻ ആദ്യം വരുമ്പോ മക്കക്കാരെന്നെ ചപ്പ് ചവറിന്റെ തലയിലിട്ടു. അന്നൊറ്റക്ക് കരഞ്ഞ എന്നെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചൊരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു.
അവസാനം ഞാൻ പറഞ്ഞ തൗഹീദിന്റെ പേരിൽ അവരിന്റെ 3 കൊല്ലം പട്ടിണി കിട്ടു. അന്നാളറിയാതെ ഭക്ഷണം എനിക്ക് കൊണ്ടെത്തന്നൊരു സഹോദരൻ, ഒരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു. അവസാനം കുടുംബക്കാര് ത്വായിഫെന്ന് കരിങ്കല്ലുകൊണ്ട് എറിഞ്ഞോടിച്ചപ്പോ കണങ്കാല് പൊട്ടി ചോരയൊലിച്ച് ഞാൻ ഈത്തപ്പനയുടെ ചുവട്ടിൽ വന്ന് കണ്ണു നിറഞ്ഞ് കരയുമ്പം എന്റെ അരികിൽ വന്ന് എന്നെ ആശ്വസിപ്പിച്ച ഒരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു. എന്റെ നേല് പോലെ ഞാൻ തളർന്നപ്പോഴൊക്കെ എന്റെ പിന്നാലെ നിന്ന് എനിക്ക് ഊർജം തന്ന എന്റെ അബൂബക്കർ, ആ അബൂബക്കറിന്റെ മോള ആയിഷ. അതല്ലാത്ത ഒരു പരിഗണനയും ഞാൻ ആയിഷക്ക് കൊടുത്തിട്ടില്ല. എനിക്ക് ആയിഷയേക്കാൾ ആയിഷാന്റെ അബൂബക്കറിന്റെ വാപ്പനെയാണ് എനിക്കിഷ്ടം. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന ബന്ധങ്ങളൊക്കെ ഒരു സ്ഥാനം. ഇന്ന് അതേ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ചിലരുടെ സ്വഭാവം എന്താ? ഏട്ടൻ അനിയനെ കണ്ടൂടാ, അനിയൻ ഏട്ടനെ കണ്ടൂടാ. ഏട്ടൻ്റെ ഒക്കെ അനിയൻ്റെ ഓളെ കണ്ടൂടാ, അനിയൻ്റെ ഒക്കെ ഏട്ടൻ്റെ ഓളെ കണ്ടൂടാ. നാത്തൂന് പെങ്ങന്മാരെ കണ്ടൂടാ, പെങ്ങന്മാർക്ക് ആങ്ങളൻ്റെ ഓളെ കണ്ണെടുത്താ കണ്ടൂടാ. എത്ര പേരാ മുഖത്തോട് മുഖം നോക്കാതെ ജീവിക്കുന്നത്? എത്ര പേരാ സലാം പറയാതെ ജീവിക്കുന്നത്? എത്ര പേരാ മുഖത്തൊക്കെ നോക്കുമ്പോൾ നല്ല ചിരിയൊക്കെ ഉണ്ടാകും, ഉള്ളിലുണ്ടാവും സമയം കിട്ടിയ ഞാൻ കാണിച്ചു തരാന്ന്. പകയും വെറുപ്പും വിദ്വേഷവും മനസ്സ് കൊണ്ടിടക്കുക. ഏതുവരെ? 6 മണ്ണിൽ വെക്കുന്നവരെ. എന്നാ പിന്നൊക്കെ കഴിഞ്ഞു എന്നാ ചിലരെ വിചാരം. മരിക്കുന്നവരെ ഇതൊക്കെ കൊണ്ടുനടന്നാ പിന്നെ ആരും ചോദിക്കൂലാലോ എന്ന്. അല്ലട്ടോ, മരിച്ചിട്ട് മക്കൾ വാങ്ങേണ്ടി അല്ല പൊരുത്തം. അങ്ങനെ ഒരു ധാരണ മുസ്ലിം ഉമ്മത്തിന് വേണ്ട. അള്ളാന്റെ റസൂലായ നബി തങ്ങൾ അത് പഠിപ്പിച്ചിട്ടുമില്ല. മദീന പള്ളിയിൽ ഒരു മയ്യത്ത് കൊണ്ടുവച്ചപ്പം കടണ്ടോന്ന് ചോദിച്ചതല്ലാതെ മരിച്ചെടുക്കുന്നവന്റെ പൊരുത്തം തരണേന്ന് മക്കളെ കൊണ്ട് ചോദിപ്പിച്ച ഒരു ഘട്ടം പറയാൻ പറ്റുമോ? ഇന്ന് അങ്ങനെയൊക്കെയാ നാട്ടു നടപ്പ്. ഞാൻ പറയാറുണ്ട്, ഒക്കെ ഇപ്പം എല്ലാവരും മാപ്പോയിക്കലും പൊരുത്തപ്പൊടിക്കലും ഒക്കെ വാട്സപ്പിലും പിന്നെ മരിച്ചു കഴിഞ്ഞാലും. ഹജ്ജിനൊക്കെ കിട്ടുമ്പം പിണക്കുള്ളവരോടൊന്നും പറയൂല. പിണക്കില്ലാത്ത ഇളയമനോട് പറയും, ഇളയമന്റെ മക്കളോട് പറയും, മൂത്തമ്മനോട് പറയും, മൂത്തമ്മന്റെ മക്കളോട് പറയും, നാട്ടിലെ സർവ്വ അയൽവാസികളോട് പറയും. പിന്നെ ആരോടാ പിണക്കുള്ളു? മോളെ കെട്ടിയ വീട്ടുകാരോടും മോൻ കെട്ടിയ വീട്ടുകാരോടും. ഓരോട് എന്താ പോയി പറയാത്ത? ഓൾക്ക് മെസ്സേജ് അയച്ചതാ, ഞങ്ങൾക്ക് ഹജ്ജിന് കിട്ടിക്ക് നിങ്ങൾ എന്താ പൊരുത്തപ്പെട്ട് തരണം. എന്നാ പിന്നെ കാടടച്ചൊരു വെടിയായി. ഇപ്പൊ പൊരുത്തം വാങ്ങലൊക്കെ അങ്ങനെയായി മാറിക്കൊണ്ടിരിക്കുക. ഈ പള്ളിയിൽ മയ്യത്തിസ്കരിക്കാൻ ആളുകൂടലും, നാട്ടിൽ കുറെ പൈസ ഉണ്ടാക്കിയിട്ട് മക്കളെ പഠിപ്പിച്ച് കൊമ്പത്താക്കിയിട്ട് കെട്ടിച്ചു വിട്ട് നാട്ടുകാരുടെ ഒരു വിജയിച്ച് മരിക്കലും അല്ലട്ടോ പുണ്യം. ചിലരൊക്കെ മരിച്ച മയ്യത്തൊക്കെ ഇട്ട് പറയും ഭാഗ്യവാന. എന്തേ? 4 പെൺകുട്ടികളായിരുന്നു, 4നെയും കെട്ടിച്ച് ഒരു കടവുമില്ല, പൊരയായി, 5 സെന്റ് പൊരയായി, അതേപോലെ 2 മുറി പീടിയായി, കുറെ കാലം ഗൾഫിലൊക്കെ കഷ്ടപ്പെട്ടാൽ എന്താ നല്ല മരണ. അതാണോ നല്ല മരണം എന്നാരാ പറഞ്ഞ്? അങ്ങനെയൊക്കെ ചില ആൾക്കാർ മരണത്തെ വിശദീകരിക്കുക. നേരം വെളുത്തപ്പോ കേട്ടു സൈനബ അറ്റാക്ക് വന്ന് രാത്രി മരിച്ചുപോയി, ഇന്നലെ കല്യാൺപുരെ കണ്ടതാ. എന്നിട്ട് ആ മരിച്ച വാർത്ത അറിയുമ്പോൾ നാട്ടുകാർ എന്നെ പറയില്ലേ, കുടുംബക്കാരികൾ എന്നെ പറയും നല്ല മരണം കേട്ടോ, കുറെ കിടന്നില്ല, നരകിപ്പിച്ചില്ല, അതാ നല്ല മരണം എന്നാരാ പറഞ്ഞ്? 6 അടി മണ്ണ് കിടക്കുമ്പോ ഒരാളെ മനസ്സും വേദനിപ്പിക്കാതെ കിടക്കാൻ പറ്റണം, ഒരാളെ മനസ്സും നൊമ്പരപ്പെടുത്താതെ കിടക്കാൻ പറ്റണം, ഒരാളെ ഒരു ഉറുപ്പയും കട്ടെടുക്കാതെ കിടക്കാൻ പറ്റണം, ഒരാളും നമ്മളെ ആലോചിച്ച് വെറുക്കാതെ കിടക്കാൻ പറ്റണം. പള്ളിക്കാട്ടിലെ കള്ളിച്ചെടീന്റെ താഴെ കിടക്കുമ്പോ ആ മണ്ണിന്റെ ഉള്ളിൽ കൊണ്ടുപോകാൻ പറ്റുന്നത് നഗ്നത മറയുന്ന 3 വെള്ളത്തുണി മാത്രമാണെങ്കിൽ അവിടെ കിടക്കുന്ന മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ മലക്കുകൾക്ക് പടച്ചോൻ അവസരം കൊടുക്കണേ. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരാളെ പോലും വെറുപ്പിക്കാൻ പാടില്ല, ഒരാളെ പോലും മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല. ഇത് കേട്ടപ്പോ സഹാബത്ത് ചോദിച്ചു, നബിയെ ഞങ്ങളൊന്നും ചെയ്യുന്നില്ല, ഞങ്ങളോട് വെറുതെ ദേഷ്യമുണ്ട്. റസൂൽ പറഞ്ഞു അത് നിങ്ങളെ ബാധിക്കൂല, അത് നിങ്ങളെ ബാധിക്കൂല. അപ്പൊ മറ്റൊരു സഹാബി ചോദിച്ചു, അള്ളാന്റെ നബിയെ ഞങ്ങൾ സലാം പറയും, ഒരു മടക്കൂല. റസൂലുള്ള പറഞ്ഞു നിർത്തരുത്, നിങ്ങൾ എത്ര കാലം സലാം പറഞ്ഞു പോകാൻ പറ്റുമോ അത്രയും പറഞ്ഞേക്കണം. സഹാബത്ത് ചോദിച്ചു എന്തിനാ റസൂലേ? അവര് മടക്കാത്ത കാലങ്ങൾ അത്രയും, നിങ്ങളോട് അവര് പക കൊണ്ട് നടക്കുന്ന കാലങ്ങൾ അത്രയും നരകത്തിന്റെ ചുടുവെണ്ണീര് അവന്റെ തൊണ്ടയിലൂടെ നിറച്ചിട്ടല്ലാതെ അള്ളാഹു അവനെ വിചാരണക്ക് പോലും വിളിക്കൂല. ഇന്നൊക്കെ ഒരു ഫാഷനാ, ബന്ധങ്ങൾ അകന്നുകൊണ്ടിരിക്കുക, ആർക്കും ആരെയും കണ്ടൂടാ. ഒരേ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന മക്കൾ വരെ തമ്മിൽ തല്ലുക, ആർക്കും ആരോടും പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റോടെ. ഞാൻ പറയാറുണ്ട്, ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് ഒരു ദിവസം എന്റെ വാപ്പങ്ങനെ കൊലായിലിരുന്ന് കരയുക. അങ്ങനെയൊന്നും പെട്ടെന്ന് കരയുന്ന ഒരു മനുഷ്യനല്ല. ഞാൻ ചോദിച്ചു എന്തേ വാപ്പ നിങ്ങൾ ഇങ്ങനെ കരയാൻ? അപ്പൊ വാപ്പ പറഞ്ഞൊരു വലിയ സത്യമുണ്ട്, മരണം വലിയൊരു സങ്കടം തന്നെയാട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ സങ്കടം തന്നെയാ. അപ്പൊ എന്നോട് പറഞ്ഞു നമ്മളെ മരണമല്ല മറ്റുള്ളവരുടെ മരണം. ഞാൻ ചോദിച്ചു എന്തപ്പ അങ്ങനെ തോന്നാൻ? ഒന്നുമില്ല, എന്റെ വാപ്പ ആദ്യം പോയി, കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഉമ്മ പോയി, പിന്നെ എൻ്റെ ഒക്കെ ഒരു ധൈര്യം ഉമ്മാന്റെ ആങ്ങളാരും വാപ്പാന്റെ പെങ്ങന്മാരും ഒക്കെ ആയിരുന്നു, ഓരോരുത്തരായി പോയി. ഇപ്പൊ ആളുള്ളത് ഞാനും മൂത്താപ്പയും ഒരു അനിയനും ഒരു പെങ്ങളുവാ. ഞാനിപ്പോ ചിന്തിക്കുന്നത് ഞാൻ ആരാന്നൊക്കെ മറ്റവർക്ക് പറഞ്ഞു കൊടുക്കണേ. ആകപ്പ തെളിവ് 3-4 കണ്ണിയേ ഉള്ളൂ, അതുകൂടി കഴിഞ്ഞാൽ ഞാനും ഉണ്ടാവില്ല. ഞാൻ മണ്ണിന്റെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാനൊന്നൊരു വ്യക്തി പോലും ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ആർക്കും ഓർമ്മ ഉണ്ടാവില്ല.
എന്നിട്ട് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എൻ്റെ അഡ്രസ്സ് പോലും ഇല്ലാണ്ടാകുന്നത് ഞാൻ മണ്ണിൻ്റെ അടിയിലേക്ക് പോകുമ്പോഴാട്ടോ. സത്യല്ലേ? ഓരോരോ ഭാഗം ഇല്ലാണ്ടാകുമ്പോഴേ നമ്മൾ അതിൻ്റെ വില അറിയൂ. ഇന്ന് മരിച്ചു കഴിഞ്ഞിട്ട് കൊടുക്കുന്നതാ ഭയങ്കര ആവേശം. മരിച്ചു കഴിഞ്ഞാൽ എന്തൊരു വർത്താനാന്ന എല്ലാവരും നല്ലത് പറയും. ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്നേഹിക്കാൻ പറ്റണം. മാതാപിതാക്കളോടും മക്കളോടും ഏറ്റവും നീതിയോടെ പെരുമാറാൻ പറ്റണം. ആലോചിച്ചു നോക്കൂ, ഇന്ന് പല കുടുംബങ്ങളും മാതാപിതാക്കൾ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുക. ഒരായുസിൽ മക്കളെ നോക്കിയതിൻ്റെ ഒരു കണക്കും വാപ്പൻ്റെ എമ്മൻ്റെ അടുത്തുണ്ടാവില്ല. ഞാൻ ഇന്നലെ അങ്ങോട്ട് കയറുമ്പോൾ പോലും എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മൂത്ത മോള് 10ാം ക്ലാസ്സിൽ ഇപ്രാവശ്യം SSLC ജയിച്ചതാ. എല്ലാ കാര്യത്തിലും A+ കിട്ടി ജയിച്ചോളോട് ഞാൻ പറഞ്ഞു, മോളെ എനിക്ക് ചെലവാക്കിയ ഒരു കണക്കും വാപ്പൻ്റെ കയ്യിലില്ല, ഒരു ഉറുപ്പിൻ്റെ കണക്കും എൻ്റെ കയ്യിലില്ല. ഇല്ല, എനിക്ക് 4 മക്കളുണ്ട്. എന്നിട്ട് അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നാളെ വാപ്പക്ക് വയ്യാണ്ടാകുമ്പോൾ ചിലപ്പോൾ മൂത്തോൻ പറയും 3 മാസം നോക്കിക്കഴിഞ്ഞാൽ 3 മാസം അതിലെവിടാ. ഇല്ലേ മൂത്തോൻ്റെ ഓള് പറയും മൂത്തോനോട്, നിങ്ങൾ മാത്രം നോക്കിയാൽ മതിയോ, ഓനോളൊക്കെ അത് സുഖമായിട്ട് ജീവിക്കും, നിങ്ങൾക്ക് അവിടെ കൊണ്ട് ചാക്കിക്കൂടെ. അപ്പോൾ ഓള് അറിയും ഞാനും മുയ്യാപ്പളൻ്റെ ഒപ്പം ഗൾഫിക്ക് പോകാൻ നിന്നതാണ്, ഞങ്ങൾക്കിപ്പം നടക്കൂല, മാസമാണ് എന്തേ ഞാൻ അയച്ചുതരാം, ഞങ്ങൾ ഇളയോൻ്റെ പുരയിലാക്കിക്കോ. ഫുട്ബോൾ കോർട്ടിലെ പന്തിൻ്റെ മാതിരി നോക്കിയ കണക്ക് മക്കൾ പറയുമ്പം ഇവിടെ 4 അവിടെ 3 അവിടെ 20 പാപ്പാക്ക് കഴിഞ്ഞ ഒരു പൈസ രോഗീനെ കാണിക്കാൻ സുഖേടിനെ കാണിക്കാൻ പോയപ്പോൾ ഞാൻ 2000 ഉറുപ്പ്യ ഉണ്ടാക്കി കൊടുത്തതാ, എങ്കിലും എവിടുന്നാണ് ഞാൻ അവിടെ നിന്ന് വാങ്ങി കൊടുത്താലേ എന്നൊക്കെയുള്ള കണക്ക് പറച്ചിലായി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനായി. മക്കളെ നോക്കി ഒരു കണക്കും ബാപ്പൻ്റെയും എൻ്റെയും കയ്യിലില്ലെങ്കിലും ബാപ്പനെയും എന്നെയും നോക്കിയ കണക്ക് കറക്റ്റ് മക്കളെ കൈമേലുണ്ടാവും. അത് 2 മാസമായാലും 3 മാസമായാലും. എന്നിട്ട് ഓൻ പടച്ചോന്റെ നേരെ കൈ നീട്ടിയിട്ട് ഖുർആൻ പഠിച്ചിട്ട് പറയാ, ഞാരെ കാണിക്കാനാ ഖുർആൻ ക്ലാസ്സിന് വന്ന്, യാരെ ബോധ്യപ്പെടുത്താനാ സലഫി പർദ്ദയും മഫ്തയിട്ട് നടക്കുന്നത്, ഞാരെ ബോധ്യപ്പെടുത്താനാ ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ ശരീരത്ത് കൊണ്ടടക്കുന്നത്. എനിക്ക് അള്ളാന്റെ തൃപ്തി വേണോ, എന്റെ വാപ്പനെയും എന്നെ തൃപ്തിപ്പെടുത്തണം. എനിക്ക് പടച്ചോന്റെ ദേഷ്യം കാണണോ, വാപ്പന്റെ എമ്മന്റെയും ദേഷ്യം കണ്ടാൽ എനിക്ക് ബോധ്യപ്പെടും. നാടൊട്ടുക്കും പടച്ചോനെ തൃപ്തിപ്പെടുത്താൻ മത്സരിച്ചോടുക അള്ളാന്റെ ദീനിന്, അള്ളാന്റെ ദുനിയാവില്. പക്ഷേ സ്വന്തം ജന്മം തന്ന വാപ്പനെയും ഇമ്മനെയും ഒന്നും മനസ്സറിഞ്ഞ് സ്നേഹിക്കാനും ഒന്നറിയാനും പറ്റിയിട്ടില്ലേ അല്ലേ? ഒന്നടുത്തിരുന്ന് കൈ പിടിച്ചിട്ട് സലാം പറഞ്ഞ് എന്തെങ്കിലും ഒരു വെറുപ്പിനോട് ഉണ്ടായിപ്പോയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് പൊരുത്തപ്പെട്ടിട്ടുമ്മ എന്ന് ചോദിക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല. ഒരു ഫോൺ കോൾ പോലും സമയം കിട്ടിയിട്ടില്ലേ? പിന്നാരെ കാണിക്കാനാ മനുഷ്യരെ ഈ മത്സരിച്ച് ജീവിച്ച് വാരി പിടിച്ചോണ്ടിരിക്കണത്? പിന്നെന്തു ഗുണമായി മുതലുകൊണ്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക? ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാവരും അങ്ങനെ ആണ് നല്ലട്ടോ. നല്ല നിലക്കുമ്മനെയും വാപ്പനെയും നോക്കുന്നവരുണ്ട്, മാതാപിതാക്കളെ പരിഗണിക്കുന്നവരുണ്ട്, സ്നേഹിക്കുന്നവരുണ്ട്. അവരുടെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗമെന്ന് ബോധ്യപ്പെട്ട് അവരെ പരിഗണിക്കുന്നവരുണ്ട്. എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും കെട്ടിയ പെണ്ണ് വെറുക്കുമ്പോൾ പോലും അവളെ ചേർത്ത് നിർത്തി, സാരല്ല നാളെ എനിക്ക് ഇങ്ങനത്തെ ഒരു ഗതി വരുമ്പോൾ നമ്മൾ സങ്കടപ്പെടാതിരിക്കണേ, എൻ്റെ വാപ്പനെയും ഇനി നോക്കണമെന്നോ എൻ്റെ വാപ്പനെയും ഇനി പോയി നോക്കണമെന്നും പറയുന്ന ഭർത്താക്കന്മാരും ഉണ്ട്. എൻ്റെ പിയാപ്പൻ്റെ വാപ്പക്കും ഉമ്മക്കും ഞാൻ ചെയ്യുന്ന ഹിദമത്താണ് എൻ്റെ മക്കളിൽ നിന്ന് എനിക്ക് തിരിച്ചു കിട്ടാന്ന് ചിന്തിക്കുന്ന അമ്മമാരുണ്ട്. അത് ലെവലേശം തലച്ചോറിൽ കയറാത്ത അമ്മമാരുണ്ട്. നമ്മൾ ഏത് പെടുന്ന ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം. ഇന്നത്തെ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുക, സമയത്തിന്റെ പരിമിതിയുണ്ട്, ഞാൻ ദീർഘിപ്പിക്കല്ല. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ പടച്ചോ നിങ്ങളെ ഡിഗ്രി കൊണ്ടും നിങ്ങളെ ബിസിനസ് കൊണ്ടും നിങ്ങളെ ഭയങ്കര സൂക്ഷ്മത കൊണ്ടും നിങ്ങളെ താങ്ങി നിർത്തുന്നതെന്ന്? പെണ്ണേ ആണേ, എൻ്റെ വാപ്പൻ്റെയും എൻ്റെയും നാവിൻ്റെ ദിക്റ എൻ്റെ ബലം. അവർ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് എനിക്ക് കച്ചവടത്തിൽ വിപുലം ഉണ്ടാകുന്നത്. അവർ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് എൻ്റെ ആരോഗ്യം നല്ലോണം പോകുന്നത്. 95-ാമത്തെ വയസ്സിൽ ആമിനുമ്മ മരിക്കാൻ കൺമുൻപിൽ മരണം കാത്തു കിടക്കുമ്പോഴും ആമിനുമ്മാന്റെ നാവ് ഇങ്ങനെ ദിക്റല്ലുന്നതേ, പടച്ചോനെ എൻ്റെ അമീദിന് ഇനി ദീർഘായുസ് കൊടുക്കണേന്നാ. 75 വയസ്സുള്ള അമീദ് എന്ന മകൻ അടുത്തുനിന്ന് കേൾക്കുന്നതും അതാണെങ്കിൽ, മരിക്കുന്നത് വരെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വാപ്പൻ്റെയും എൻ്റെയും നാവിൻ്റെ ബലമാ ഇന്ന് പലരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന റാഹത്ത്. അതവർ മരിക്കുമ്പോൾ നമ്മൾ അറിയും, ഒറ്റപ്പെടുമ്പോഴും പിന്നീട് നമ്മൾക്ക് കിട്ടേണ്ടത് പലതും കിട്ടാതാകുമ്പോഴും. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ പടച്ചോൻ ചോദിക്കുന്ന വലിയൊരു ചോദ്യം കൂടിയാണത്. ഞാനൊക്കെ എൻ്റെ പ്രസംഗത്ത് പറയാറുണ്ട്, പലരും ആകെ പഠിക്കുന്നത് നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ള ദീനിനെ പറ്റിയാ. വാപ്പൻ്റെ ഉമ്മിൻ്റെ അനന്തര സ്വത്തിനെ പറ്റിയൊക്കെ എല്ലാവർക്കും അറിയാം. വാപ്പ മരിച്ചാൽ ഉമ്മക്ക് എത്ര, ആൺകുട്ടിയൊക്കെ എത്ര, പെൺകുട്ടിയൊക്കെ എത്ര. പക്ഷെ വാപ്പ മരിച്ചാൽ ഉമ്മാനാർക്കാ ആ അനന്തര സ്വത്ത് എന്താണെന്നറിയോ? ലോകത്തൊരു മകന് കിട്ടുന്ന ഏറ്റവും വലിയ അനന്തര സ്വത്ത് വാപ്പന്റെ ഉമ്മനെയാ. ഒരു മോന് കിട്ടുന്ന ഏറ്റവും വലിയ അനന്തര സ്വത്ത്, അതിനേക്കാളും വലിയൊരു സ്വത്ത് ഒരു മോന് കിട്ടാനില്ല എന്നാ. ആ സ്വത്ത് ആർക്കും വേണ്ട.
അത് ഉമ്മ പോയ വാപ്പനെ ആർക്കും വേണ്ട. അവരെ മുതലും സമ്പത്തും ഒക്കെ മതി എന്നുള്ളൊരു തീരുമാനം. അതുകൊണ്ട് സൂക്ഷിക്കണം. അതോടൊപ്പം തന്നെ മാതാപിതാക്കളോടും മക്കൾക്കിടയിൽ ഒരിക്കലും വേർതിരിവ് കാണിക്കരുത്. ഓരോ മക്കളോടും ഓരോ സ്വഭാവത്തിലും മരുമക്കളോട് പോലും വേർതിരിവ് കാണിക്കുന്നവരുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ തിരുദൂതന്റെ അരികിൽ വന്ന് 4 മക്കളുള്ള ഒരു സ്വഹാബി ഒരു മകന് മാത്രം ഒട്ടകത്തെ കൊടുത്തപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യത്തോടെ പറയുന്നുണ്ട്, 4 ആക്കും കൊടുക്കണം, അല്ലെങ്കിൽ തിരിച്ചു വാങ്ങി വാ. കൊടുത്ത് തിരിച്ചു വാങ്ങാൻ ഇസ്ലാം പഠിപ്പിച്ചതൊരു ഘട്ടം മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കുമ്പോഴാണ്. ഇന്ന് ചെറുപ്പത്തിലെ മക്കൾക്കിടയിൽ ആ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാവുന്നുണ്ട്. ഞാനൊക്കെ ഈ കുടുംബത്തിന്റെ പ്രശ്നത്തിൽ ചർച്ച ചെയ്യാൻ പോകും ഇടക്കിടക്ക്. ഏതെങ്കിലും കുടുംബത്തിലൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാകുമ്പോ ഇത് ഈ സംസാരത്തിന്റെ ഇടക്ക് ചില മക്കൾ പറയും, ഉമ്മക്കല്ലെങ്കിലും ചെറുപ്പത്തിലെ എന്നോട് അങ്ങനെ ഒരു സ്വഭാവ, ഞാൻ എന്ത് ചെയ്താലും ഉമ്മ വേഗം കാണും, ഞാൻ കുറ്റപ്പെടുത്തും. അനിയൻ ചെയ്ത അമ്മക്ക് അത് പ്രശ്നമല്ല, പെങ്ങള് ചെയ്ത അമ്മക്ക് അത് പ്രശ്നമല്ല. അല്ലെങ്കിലും വാപ്പക്ക് എനിക്കൊന്നും തരണമെന്നില്ല, അവർക്കൊക്കെ എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെന്നേ വാപ്പക്കുള്ളൂ. മക്കൾക്കിടയിൽ ചെറുപ്പത്തിലുള്ള ആ വേർതിരിവ് വരെ മക്കളെ മനസ്സിലുണ്ടാകുന്നുണ്ട്. നിങ്ങൾ അറിയാഞ്ഞിട്ടാ, അവരെ മനസ്സിലുണ്ടാവുന്നുണ്ട്. ആ വേർതിരിവ് പോലും മക്കളോട് കാണിക്കരുതെന്ന് പഠിപ്പിച്ച റസൂലുള്ളാന്റെ അനുയായികളാണെങ്കിൽ ഓരോ മക്കളെയും അവർക്ക് കൊടുക്കേണ്ട പരിഗണന കൊടുത്ത് അവരെ എല്ലാവരെയും നമ്മളെ സ്വപ്നത്തിന് വേണ്ടിയിട്ടല്ല, വഴിപ്പഴച്ചു പോകാതെ അവരെ സ്വപ്നത്തിന് ചേർന്ന് നിൽക്കണം. 1 കോടി ഉറുപ്പ്യന്റെ ജോലി വാങ്ങുന്നവനേക്കാൾ ഒരു വക്തം നിസ്കരിച്ച കൂലി കിട്ടുന്ന വാപ്പയാവണം എന്ന് ചിന്തിക്കുന്നിടത്ത രക്ഷിതാവിന്റെ കോളത്തിൽ ഒപ്പിടാനുള്ള ഒരു യോഗ്യത വാപ്പക്കുമ്പക്കുണ്ടാകുന്നത്. അല്ലെങ്കിൽ മക്കൾ ഫിത്തനയായി മാറുന്ന പരലോകത്ത് നെഞ്ചുപൊട്ടി കരയേണ്ടി വരും. അള്ളാന്റെ മുൻപിൽ ഹാജരാക്കപ്പെടുമ്പോ മക്കൾ പറയും, പടച്ചോനെ നീ ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ ഫിത്തന എന്താണെന്നറിയോ? ഈ വാപ്പന്റെ മോനായി ജനിക്കേണ്ടി വന്നതാ, ഈ ഉമ്മാന്റെ മക്കളായി ജനിക്കേണ്ടി വന്നതാ. അന്ന് വിരളിന്റെ അറ്റം കടിച്ച് വീർപ്പ് മുട്ടി കണ്ണ് നിറഞ്ഞു നിൽക്കുന്ന വാപ്പനെ ഇമ്മനെ നോക്കിയിട്ട് അതേ മക്കൾ പറയും, ഞങ്ങളോട് ദീനീപരമായിട്ട് പെരുമാറാത്ത പഠിപ്പിക്കാത്ത ഈ മാതാപിതാക്കളെ കാലിന്റെ ചുവട്ടിൽ വെച്ച് തന്നാൽ തഹ്താഖുദാമിന ചവിട്ടി അരക്കായിരുന്നു റബ്ബേ എന്ന്. അന്ന് നമ്മൾ കരയാതിരിക്കണമെങ്കിൽ മക്കളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കാലഘട്ടമാണ് ഇപ്പോൾ, പ്രത്യേകിച്ച് ഈ കാലഘട്ടം. ലിബറൽ ചിന്താഗതികളും സ്വവർഗരതിയും ഗേസെക്സും LGBTQ മക്കളെ മനസ്സിനെ സ്വാധീനിച്ചു തുടങ്ങി. അതുകൊണ്ട് ആ പെണ്ണിനെ കെട്ടുന്നത്, ആണിനെ കെട്ടുന്നത്, ഇതൊന്നും ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാവുന്നതല്ല. 2 പെൺകുട്ടികൾ കല്യാണം കഴിച്ചപ്പം പത്രക്കാർ ചോദിച്ചു, എന്താ ഇപ്പൊ പെണ്ണുങ്ങളെ കെട്ടാനുള്ള കാരണം? പെൺകുട്ടികൾ ആവേശത്തോടെ 5 വക്ത് നിസ്കരിക്കുന്ന വാപ്പാന്റെ അമ്മാന്റെ മക്കളാ. ആ മക്കൾ പത്രക്കാരോട് തിരിച്ചു പറഞ്ഞ മറുപടി എന്താ? ഇങ്ങനെയാകുമ്പോ പിന്നെ സുഖാണല്ലോ, പ്രസവിക്കണ്ട, മുലയൂട്ടണ്ട, ഗർഭം ധരിക്കണ്ട, കുടുംബം നോക്കണ്ട. മൈ ബോഡി മൈ ചോയ്സ്, ഇൻഡിവിജ്വൽ ഫ്രീഡം, ഞങ്ങൾക്ക് പക്ഷികളെ പോലെ പറന്നു നടക്കാം. ലിബറൽ ചിന്താഗതികൾ കുടുംബത്തിന്റെ അടിവേരിറക്കുന്ന കാലഘട്ട. അതുകൊണ്ട് തന്നെയാണ് ചുണ്ടിനടിയിൽ തിരികുന്നതും മൂക്കിലേക്ക് വലിച്ചു കയറ്റുന്നതും നാവിനടിയിൽ തിരികെ വെക്കുന്നതും അതിനേക്കാളേറെ ഞരമ്പുകളിൽ കുത്തിത്താഴ്ത്തുന്നതും ഒക്കെ ആണത്താണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. കയറി ചെല്ലുന്ന ക്യാമ്പസുകളിലെ ചുവരിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു ആണിന്റെയും പെണ്ണിന്റെയും ചിത്രം കാണിച്ചിട്ട് മക്കളോട് പറയാ, നീയും ഞാനും വന്ന വഴി അശ്ലീലല്ല, അതുകൊണ്ട് വേണേ ഇതൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി, ഡേറ്റിംഗ് എന്നുള്ളൊരു പേരിട്ടാ മതി. മക്കൾ ഇഷ്ടപ്പെടാൻ തുടങ്ങിയില്ലേ? മക്കളത് ആഗ്രഹിച്ചു തുടങ്ങിയില്ലേ? കേരളത്തിലുള്ള 18% ക്യാമ്പസുകളിലും പരസ്പര ബന്ധത്തിലേക്ക് ഏറ്റവും ആവേശത്തോടെ ചേക്കേറുന്ന ഒരു കാലഘട്ടമാണെന്ന് ഇന്നത്തെ സർവേ ഫലം നമ്മളെ ബോധ്യപ്പെടുത്തി തന്നു. ആലോചിച്ചു നോക്കൂ. അതിനേക്കാൾ ഏറെ നിരീശ്വരവാദം, യുക്തിവാദം മക്കളെ മനസ്സിലെത്തി. ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് മുസ്ലിം കുടുംബത്തിലെ ചെറുപ്പക്കാരൻ ഒരു മീഡിയന്റെ മുൻപിൽ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞില്ലേ, ഔദു ബി ഡിങ്കനാഹി, ഞങ്ങൾക്ക് ഡിങ്കനിൽ ശരണം. പത്രക്കാരൻ ചോദിച്ചു, അതെന്താ അങ്ങനെ? ഒന്നുമില്ല, ആകാശത്തു കൂടെ പോകുന്ന ഫ്ലൈറ്റിനെ പിടിച്ചിറക്കുന്നതിനേക്കാളും തീവണ്ടീനെ താങ്ങി നിർത്തി ഗുണദോഷിക്കുന്നതിനേക്കാളും, അല്ലെങ്കിൽ ആ നടുക്കടലിൽ പസഫിക് സമുദ്രത്തിൽ കപ്പലിൽ കേടായി കിടക്കുന്ന സമയത്ത് കടലിന്റെ നടുക്കൂടെ നടന്നു വന്ന് എഞ്ചിന് 2 തട്ട് തട്ടി ഷെയ്ഖുനാന്റെ 100 കുത്തുബിയെ തോതിയാ മതി എന്ന് പറഞ്ഞ് വിട്ടതിനേക്കാട്ടൊക്കെ നല്ലത് തന്നെയാ ബാലമംഗലത്തിലെ ഡിങ്കനും മായാവിയൊക്കെ തന്നെയാ. ഔദു ബി ഡിങ്കനാഹി. ലിബറലിസവും നിരീശ്വരവാദവും യുക്തിവാദവും മക്കളെ മനസ്സ് ചേക്കേറിക്കൊണ്ടിരിക്കുക. അറിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ നിങ്ങളെ മക്കളോട്? എത്ര വാപ്പാര് മക്കൾ അടുത്ത് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, മക്കളെ നിങ്ങളെ വിശ്വാസം എന്താണ്, നിങ്ങളെ ദീൻ എന്താണ്? ഇതൊക്കെ ചോദിക്കേണ്ട കാലഘട്ട കൺമുൻപിലുള്ളത്. മുവഹിദായ മുസ്ലിമായ വാപ്പാന്റെ മക്കൾ പലരും അന്ധവിശ്വാസത്തിലും നിരീശ്വരവാദത്തിലേക്കും മതനിരാസതയിലേക്കും ചേക്കേറിക്കൊണ്ടിരിക്കുക. നമ്മൾ പൈസ ഉണ്ടാക്കാനെന്ന ഓട്ടത്തിലേ കൂടെ ഒലിച്ചു പോകുന്നത് കുടുംബത്തിന്റെ അടിവേരാന്നൊക്കെ ഒന്ന് ചിന്തിക്കണം. ആ ബന്ധങ്ങളിൽ ഏറ്റവും മനോഹരമായ മറ്റൊരു ബന്ധമാണ് ഭാര്യാഭർത്തൃ ബന്ധം. അതും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ എന്നൊക്കെ പറയുമ്പം എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, പക്ഷെ സ്വൈര്യം മാത്രമല്ല. ലോകത്ത് കോടിക്കണക്കിന് ഉറുപ്പ്യ കൊടുത്താൽ കിട്ടാത്ത ഒരൊറ്റ സാധനം പടച്ചോൻ ദുനിയാവിൽ വെച്ചിട്ടുള്ളൂ, സമാധാനം, സ്വൈര്യം.
ഉണ്ടായിരുന്നെങ്കിൽ പലർക്കും അത് വാങ്ങാൻ ഇന്ന് ആഗ്രഹമുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ബന്ധങ്ങളിൽ ഏറ്റവും മനോഹരമാക്കുന്ന എന്താണെന്നറിയോ? അത് പൈസയല്ല, അത് കൊട്ടാരല്ല, സൗന്ദര്യമല്ല, മറിച്ച് പരസ്പരം പരിഗണിക്കുന്നതാ. ആ പരിഗണനകൾ കുടുംബത്തിൽ കൊടുത്തു നോക്കൂ, ജീവിതം ഏറ്റവും മനോഹരമാവും. എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും വലിയ പരിഗണന കൊടുക്കുന്നത് എന്റെ ഭാര്യക്കാണെന്ന് ഒരാണിനും അയാൾ എനിക്ക് പരിഗണന തരുന്നുണ്ടെന്ന് പെണ്ണിനും തോന്നിയാലുണ്ടല്ലോ, ഇത്ര മനോഹരമായൊരു ജീവിതം ഒരാൾക്ക് ദുനിയാവിൽ ജീവിക്കാൻ പറ്റൂല. അതിലും വലിയൊരു മനോഹാരിതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു ഒരൊറ്റ ആയത്ത് കൂടെ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ. സമാധാനം കിട്ടാൻ നിങ്ങൾക്ക് നിങ്ങളിലുള്ള ഒരു ഇണയെ അല്ലാഹു കണ്ടെത്തി തന്നു എന്ന് പറഞ്ഞാൽ, പൂച്ചക്ക് പൂച്ചയാണ് ഇണ, നായക്ക് നായയാണ് ഇണ. പിന്നെന്തിനാ പടച്ചോൻ മനുഷ്യനാ ഇണാന്ന് എടുത്തു പറഞ്ഞ്? ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് കൊടുക്കേണ്ട ഏറ്റവും വലിയ പദവി എന്താണെന്നറിയോ? മനുഷ്യൻ എന്ന പരിഗണനയാണ്. നിന്റെ ഓൾ എനിക്ക് ഭോഗിക്കാനുള്ള ഒരു ഇറച്ചി കഷ്ണല്ല, എനിക്ക് വെച്ച് വിളമ്പാനുള്ള ഒരു കണ്ണുമൂക്കുള്ള സൃഷ്ടിയല്ല. എന്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ നായി നയിക്കുന്നത് പോലെ കുണ്ടത്തരാനുള്ള ഒരു കാല് വെച്ച മൃഗം മാത്രല്ല, ഒരു മനുഷ്യനാ, പച്ചക്കരളുള്ള ഒരു മനുഷ്യനാ, സ്നേഹം ആഗ്രഹിക്കുന്ന, തലോടൽ ആഗ്രഹിക്കുന്ന, പ്രേമവും കാരുണ്യവും ആഗ്രഹിക്കുന്ന ഒരാണും പെണ്ണുമാ. അത് കുടുംബത്തിലാ കൊടുക്കേണ്ടി. നാട്ടിലെ 100 പെണ്ണുങ്ങളെ പരിഗണിച്ചാലും കെട്ടിയോളെ പരിഗണിക്കാൻ ചിലർക്ക് പറ്റണില്ല. നാട്ടിലെ 100 ആണുങ്ങൾക്ക് കണ്ണിന് രോമാഞ്ചം ഉണ്ടാക്കിയാലും ഒരു നല്ല വർത്താനം കൊണ്ട് കെട്ടിയോനൊരു രോമാഞ്ചം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. പിന്നെന്തിനാ അമ്മാരെ ഈ ഭംഗി? കുട്ടിട്ട ഫേഷ്യൽ ക്രീം കൊണ്ടും ചോപ്പിച്ച ചൂണ്ടുകൊണ്ടും ആണുങ്ങൾ നിങ്ങളെ നോക്കുന്നുണ്ടോ? പൊട്ടനായതുകൊണ്ടാ. ഒരു പെണ്ണിന്റെ ഭംഗി ഭർത്താവിന്റെ മുഖത്തുള്ള സ്വൈര്യത്തിലും സമാധാനത്തിലുമാണ്. ആ പരിഗണന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു വലിയ യാത്ര കഴിഞ്ഞ് മടങ്ങി വരിക, സഹാബാക്കളൊക്കെ ക്ഷീണിതരാ. സഹാബത്ത് ഇങ്ങനെ ഒട്ടകപ്പുറത്ത് ക്ഷീണിച്ച് മദീന ലക്ഷ്യമാക്കി പുറപ്പെടുക. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപിൽ ഒട്ടകണ്ട്, നേരെ ബേക്കിൽ ആയിഷ ബീവിന്റെ ഒട്ടകണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിനെ വിവരം അറിയിച്ചു, നബിയേ എനിക്കൊന്ന് ആവശ്യം നിർവഹിക്കാനുണ്ട്, എനിക്കൊന്ന് ടോയ്ലറ്റ് അഥവാ മൂത്രമൊഴിക്കണമെന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വലിയ സൈന്യത്തെ അവിടെ നിർത്തിയിട്ട് പറഞ്ഞു, ആയിഷ ബീവിന്റെ കൈ പിടിച്ച് മറക്കുള്ളിൽ കൊണ്ടുപോയി മറന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോയി ഒരു മറട്ടിട്ട് കൊടുത്ത് പറഞ്ഞു, ആയിഷ അങ്ങ് നിർവഹിച്ചു പോരി, ഞാൻ ഇവിടെ ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി മനുഷ്യരെ, അത്രയും വലിയൊരു യാത്രന്റെ ഇടക്ക് തന്റെ ഭാര്യക്കുണ്ടായ ഒരു സങ്കടം അള്ളാഹുവിന്റെ റസൂല് പരിഗണിക്കുക. ഇന്ന് ഞാൻ പറയാറുണ്ട്, ഒരു സ്കൂട്ടർമ പോകുന്നത് കണ്ടാൽ അറിയാം ഒരു പൊരേന്ന് കൊടുവാളുമായിട്ടാ വരുന്നതെന്ന്. ഒരാവശ്യം നിർവഹിക്കാൻ ഒന്ന് ചോദിക്കാൻ, അതാ പരിഗണന. ആ പരിഗണന മൂപ്പർക്ക് ഇന്ന ഭയങ്കര നല്ല പ്രയോറിറ്റി ഉണ്ട് കേട്ടോ. മൂപ്പരെ ജീവിതത്തിൽ എനിക്ക് നല്ല സ്ഥാനം തരുന്നുണ്ട്, നല്ലൊരു മനുഷ്യനാ എന്നൊരു പെണ്ണിന് തോന്നിയാലുണ്ടല്ലോ, നിങ്ങൾ മരിച്ചാൽ ഒരു പൊന്നുമല്ല കൊണ്ടു കിടക്കും കുടുംബം. ഭർത്താവ് 6ാമത്തെ കൊല്ലത്തിൽ ഭർത്താവ് മരിച്ചുമ്പോൾ 3 ആൺകുട്ടികളാ ഒരു ഉമ്മാക്കുള്ളത്. 3ാമത്തേന് 26ാമത്തെ വയസ്സിൽ 3 എണ്ണത്തിനെയും കെട്ടിവെച്ച് വിട്ട് 26 കൊല്ലത്തിന് ശേഷം അന്ന് 24 വയസ്സ് മാത്രമുള്ള ആ അമ്മ ഇന്ന് 50 വയസ്സ് കഴിഞ്ഞ ഉമ്മാനോട് കുടുംബക്കാർ ചോദിച്ചു, എനിക്ക് എവിടുന്ന് കിട്ടി സുലൈഖ ഇത്രക്ക് ധൈര്യം? ഓള് പറഞ്ഞ്, 6 കൊല്ലം എൻ്റെ കാക്കന്റെ കൂടെ ഞാൻ ജീവിച്ചിട്ടില്ലെങ്കിലും 600 കൊല്ലത്തെ സ്നേഹ ആ മനുഷ്യൻ എനിക്ക് തന്നിട്ടുണ്ട്, മറക്കാനാവൂല. അതുകൊണ്ട് തന്നെ ആ പരിഗണന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു. അള്ളാഹുവിന്റെ റസൂലുള്ള ഒരു യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിക്ക് വന്നു. ആയിഷ ബീവിനോട് ചെന്നിട്ട് ആയിഷക്കാരെ കഴിക്കാൻ നമുക്കൊക്കെ അറിയുന്നതാ, ആകെയുള്ള ഗോതമ്പെടുത്ത് പുഴുങ്ങിക്കൊണ്ടെക്കും. ഒറ്റക്കത് കഴിച്ച് റസൂലുള്ളാഹിന്റെ മുഖം കണ്ടപ്പോഴേക്കും ആയിഷ ബീവി കരയും. കരയുന്ന ആയിഷ ബീവിന്റെ മുഖത്തൊക്കെ റസൂലുള്ള പറയും, കരയല്ലേ ആയിഷ, എന്തെങ്കിലും ഒന്ന് കൂട്ടാൻ വേണം, അല്ലാണ്ട് വയൽ വെക്കാൻ വയ്യ. സുർക്ക കൊണ്ട് ചൊയ്ക്കും, രണ്ടും കൂടി കൂട്ടി ഇങ്ങനെ കുഴക്കുന്നതിന്റെ ഇടക്ക് ആയിഷ ബീവി പിന്നെയും കരയും. അള്ളാഹുവിന്റെ റസൂലുള്ള കുറച്ചെടുത്തിട്ട് ആയിഷ ബീവിന്റെ വായിലേക്ക് വെച്ചെടുത്തിട്ട് പറയും, ആയിഷ കരയല്ലേ, സുർക്ക എത്ര നല്ല കൂട്ടാനാന്നറിയോ. ആയിഷ ബീവി കരയണോ ചിരിക്കണോ എന്നറിയാണ്ട് സങ്കടപ്പെട്ടു. പരിഗണനയാ മനുഷ്യരെ കുടുംബത്തിന്റെ ഭംഗി. ആ പരിഗണന ആരും കൊടുക്കാതെ 10ാം ക്ലാസ് പഠിച്ചാൽ പിന്നെ ഒരു ഹായ് ഇട്ട് പരിഗണിക്കുമ്പോഴേക്കും ഓളങ്ങൂക. ഓനൊരു ഹായ് കിട്ടുമ്പോഴേക്കും പിന്നെ ഓള് മതി. പരിഗണിച്ചു. ഓൾ എന്നോട് ചോദിച്ചു, നിങ്ങളെന്തോ കഴിച്ചോന്ന്. ഇതൊക്കെ ഞാൻ കുടുംബത്തിന്റെ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളോട് പറഞ്ഞു കേട്ടോ. ഞാൻ ചോദിക്കലുണ്ട്, എന്താ ഇപ്പൊ പെണ്ണൊരു ഓളെ പിന്നാലെപ്പാണ്. അല്ല, ഓൾ എന്നോട് ചോദിക്കും, എന്റെ പെണ്ണുങ്ങൾ ഇതുവരെ ചോദിച്ചില്ലെന്ത്, നിങ്ങൾ ഉച്ചക്ക് ചോറ് ഇന്നോ, അല്ലെ നിങ്ങൾക്ക് എന്തോ പ്രയാസം, നിങ്ങൾ ജലദോഷം എന്തായി എന്നെ ഓള് ഹായ് കഴിഞ്ഞ 2ാമത്തെ ചോദിക്കും, ഇന്നലെ സുഖേട് എനിക്ക് മാറ്റണ്ടോന്ന്. ഓക്കെ ചോദിക്കുന്നതിന് ഒരു കുറവുമില്ല. കാരണം കിട്ടാനുള്ളതൊക്കെ അള്ളിപ്പിടിച്ചെടുക്കാൻ മാത്രം ശ്രമിക്കുന്ന ചില ദുശക്തികളാണത്, ശൈത്താനിയത്താണത്. ഞാൻ അവസാനിപ്പിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദാമ്പത്യ ജീവിതത്തിന്റെ മനോഹരം എന്നൊക്കെ പറഞ്ഞാൽ അത് കുറെ പൈസ ഉണ്ടായാലൊന്നല്ല. ഒരുമിച്ച് യാത്ര ചെയ്യലും ഒരുമിച്ച് കിടക്കലും ഒക്കെ തന്നെയാണ്. ഒരിക്കലും മാറിക്കിടക്കരുത് എന്ന് ഇമാം ഗസാലി പറഞ്ഞൊരു ചരിത്രമുണ്ട്.
ഒരു ദിവസം മാറിക്കടന്നാൽ പിന്നെ ഓളില്ലെങ്കിലും എനിക്ക് കിടക്കാൻ പറ്റുന്നു തോന്നരുത്, ഓനും തോന്നരുത്, അവക്കും തോന്നരുത്. ചാരത്ത് കിടന്നുറങ്ങുന്ന പെണ്ണിന്റെ ശ്വാസമിടിപ്പിൽ എന്റെ ശ്വാസമുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റണം. ചാരക്കിടക്കുന്ന പെണ്ണില്ലെങ്കിൽ അതെന്റെ മരണമാണെന്ന് തിരിച്ചറിയാൻ ഒരാണിന് പറ്റണം. അതറിഞ്ഞിട്ടുണ്ട് പല ആണുങ്ങളും. ഭാര്യ മരിച്ചപ്പോൾ അയാൾക്ക് വലിയ ബേജാറൊന്നുമില്ല. മൂന്നാമത്തെ ദിവസം നെഞ്ചുവേദന വന്ന അയാൾ നെഞ്ചു തടവിയിട്ട് ചോദിച്ചു, സുലൈഖ എനിക്ക് ശേഷം വെള്ളം വേണ്ടിയിരുന്നോ എന്ന്. അപ്പോൾ അയാൾക്ക് മനസ്സിലായത് സുലൈഖ മരിച്ചു വയ്ക്കുന്നു. പക്ഷെ അയാൾ അപ്പം മനസ്സിലാക്കിയത് എന്താ, ആ സമയത്ത് മരിച്ചത് സുലൈഖയല്ല, ഞാനാണ്. ഡൈനിങ് ഹാളിൽ ചെന്ന് ജഗ് എടുത്തു നോക്കുമ്പോൾ അതിൽ തുള്ളി വെള്ളമല്ല. അയാൾക്ക് മനസ്സിലായി, എന്നും രാത്രി വെള്ളം എടുത്തു വെക്കുന്ന സുലൈഖ അല്ല മരിച്ചത്, ആ വെള്ളം കുടിക്കേണ്ട ഞാനാ മരിച്ചത്. അവസാനം മക്കളെ വാതിൽ മുട്ടിയപ്പം വെറുപ്പോടെ വാതിൽ തുറന്ന മക്കൾ ചോദിച്ചു, വാപ്പ ഇങ്ങൊക്കെ ഉറക്കൂല്ലേ എന്ന്. അന്ന് അയാൾ ഉറപ്പിച്ചു, മരിച്ചത് ഒരിക്കലും സുലൈഖ അല്ലായിരുന്നു, മരിച്ചത് ഞാനായിരുന്നു. ആ തിരിച്ചറിവാണ് ദാമ്പത്യം, ആ ബോധമാണ് കുടുംബം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പടച്ചോൻ തരുന്ന ദുനിയാവില് അള്ള കൈപിടിച്ചേൽപ്പിച്ചെന്നതാ. പരസ്പരം ഒരിക്കലും വഞ്ചിക്കരുത്, ചതിക്കരുത്. ഒരാണ് ഊട്ടിയുരുക്കി എല്ലുമുറിഞ്ഞ് കുണ്ടത്തരുന്നതിന് ഒരായുസിന്റെ വില കൊടുക്കണം. പലരും പലതും കാണിച്ച് വഞ്ചിക്കാൻ ശ്രമിച്ചേക്കാം, പലരും പല ചൂണ്ടക്കൊൽത്തൂട്ടേക്കാം. പക്ഷേ ഒരാണിന്റെ മനസ്സറിഞ്ഞ് കൂടെ നിൽക്കുന്ന പെണ്ണിനുള്ള സൗഭാഗ്യം, മറ്റൊരാണിന് കൊടുക്കുന്ന സ്നേഹത്തിന്റെ ദുർഗന്ധത്തിന്റെ മണം പരലോകത്ത് ഏറ്റവും വലിയ കറുപ്പാണെന്നറിയണം. അതുകൊണ്ടാ അള്ളാഹുവിന്റെ റസൂലുള്ള സഹാബത്തിനോട് പറഞ്ഞു, കെട്ടിയ പെണ്ണിനെ ചുംബിച്ചാണ് എനിക്ക് കൂലിയുണ്ട്, ഓനെ ചുംബിച്ച എനിക്ക് കൂലിയുണ്ട്. ഞാൻ നിർത്തി, സമയം കഴിഞ്ഞു. അപ്പൊ സഹാബത്ത് വെച്ച്, റസൂലെ അത് ഞങ്ങളൊരാഗ്രഹമല്ലേ ചുംബിക്കല്? റസൂലുള്ള പറഞ്ഞു, വേറൊരു പെണ്ണിനെ ചുംബിച്ചാൽ എനിക്ക് കുറ്റുണ്ടോ? ഉണ്ട്. അപ്പൊ എന്റെ കെട്ടിയ പെണ്ണിനെ ചുംബിച്ചാൽ എനിക്ക് കൂലിയുണ്ട്, ഓളെ കെട്ടിപ്പിടിച്ചാൽ എനിക്ക് കൂലിയുണ്ട്. ഇമാം ഗസാലിന്റെ അരികിൽ വന്നിട്ട് ഒരു പെണ്ണ് പരാതി പറഞ്ഞു, ഭർത്താവ് ഇങ്ങനെ ദേഷ്യപ്പെടും, പക്ഷെ ഞാൻ മാറിക്കിടക്കൂല. ഗസാലി ചോദിച്ചു, അതെന്താ? ഞാൻ മാറിക്കിടന്നിട്ട് ഒരു ദിവസം മാറിക്കിടന്നാ പിന്നെ എനിക്ക് തോന്നും ഒരു ദിവസം അല്ല 2 ദിവസം കിടക്കട്ടെ എന്ന്. പിന്നെ അത് ഒരാഴ്ചയാകും. അപ്പൊ അങ്ങനെയാ പല കുടുംബത്തിലും. മൂപ്പര് ബെഡിലുണ്ടാവും, മുപ്പത്തി സോഫയിലുണ്ടാവും, അല്ലെ ഓൻ സോഫയിലുണ്ടാവും, ഓള് ബെഡിലുണ്ടാവും. ഞങ്ങൾക്ക് അതൊക്കെ ശീലായി എന്നാ പറയാ. ഇത് ശീലായതല്ല, ജീവിതമല്ലാണ്ടായതാ. മുതലുണ്ടാവും, മരിക്കാൻ നേരത്തെ എല്ലാവർക്കും മുതലുണ്ടാവും. അവിടെയും ഇവിടെ ഒക്കെ വാങ്ങിട്ടതും ഉണ്ടാവും, പുരയുണ്ടാവും, കാറും ഉണ്ടാവും, നാട്ടിൽ ആൾത്താമസല്ലാത്ത കൊട്ടാരവും ഉണ്ടാവും. ജീവിച്ചിട്ടുണ്ടാവൂല. ജീവിക്കാത്ത നിങ്ങൾക്ക് എന്തിനാ മനുഷ്യരെ നമുക്ക് പൈസ, വീട്? ജീവിക്കുന്ന ഒരു ഓസാണെങ്കിൽ, ഒറ്റ ദിവസമാണെങ്കിൽ മനസ്സറിഞ്ഞ് ജീവിക്കണം, സ്നേഹിക്കണം, പ്രണയിക്കണം. ആഹ്ലാദത്തോടെ പടച്ചോന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ പറ്റണം. അത് ഈ ഉമ്മത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തൊരു റസൂലുള്ള നമ്മളെ കയ്യിലുണ്ടായിട്ടും ആ വിലയറിയാതെ ജീവിക്കുന്നവരായി മാറുമ്പോൾ നമ്മൾ സൂക്ഷിക്കുക. അതുകൊണ്ട് ഇതൊരു തുടക്കം മാത്രമാ. ഓരോ കുടുംബത്തിനും ആ വെളിച്ചം എത്തിക്കാൻ പറ്റണം. ഈ വയൽ കേൾക്കൽ ഒരു പുണ്യമൊന്നുമല്ല. ഞാൻ മൂപ്പര വയൽ സ്ഥിരം കേൾക്കുന്നു പറയൽ വലിയ കാര്യവുമല്ല. ഈ മൗലൈൻ്റെതേ ഞാൻ കേൾക്കലുള്ളൂ എന്നുള്ളതും വലിയ പുണ്യമൊന്നുമല്ല. മറിച്ച് എന്താ പുണ്യം? അറിഞ്ഞ സത്യം ഒരാൾക്കെങ്കിലും അറിയിച്ചെടുക്കണം. ഇടത്തെ കൈകൊണ്ട് ഭക്ഷണം എടുക്കുന്ന മക്കളെ കൈപ്പടത്തിനൊന്ന് തല്ലിയിട്ട് പറയണം, വെക്കണോടാ, വലത്തെ കൈകൊണ്ട് പഠിക്കണം എന്ന്. ഉമ്മനെയും വാപ്പനെയും നോക്കേണ്ട ആയത്തോതുന്ന മക്കളോട് സ്വന്തം വീട്ടിൽ കാണിച്ചെടുക്കണം. ഒരു ഉമ്മനെയും വാപ്പനെ എങ്ങനെ നോക്കുന്നു, ഒരു ഭാര്യ ഭർത്താവിനെ എങ്ങനെ നോക്കുന്നു, ഭർത്താവ് ഭാര്യനെ എങ്ങനെ നോക്കുന്നു എന്ന്. അതാ മാതൃക, അതാ കാണിച്ചെടുക്കേണ്ട മാതൃക. അതോടൊപ്പം നാട് നശിക്കുമ്പം, കുടുംബം നശിക്കുമ്പം അവർക്ക് വെളിച്ചെത്തിച്ചെടുക്കണം. വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചം പദ്ധതി QICCന്റെ മാത്രം കുത്തകയല്ല, ഏതെങ്കിലും ഒരു സംഘത്തിന്റെ മാത്രമല്ല. നിങ്ങളിൽ ഓരോരുത്തരിലും പടച്ചോൻ ഏൽപ്പിച്ചു തന്നതാ. കുറെ വയല് കേൾക്കലും നിസ്കരിക്കലും വേറൊരാരെ കാര്യത്തിലും ഏർപ്പെടാതെ, ഒരാൾക്കൊരു ദോഷം വരുത്താതെ, ആരെയും വെറുപ്പിക്കാതെ, ഇന്റെ ജോലി, ഇന്റെ കൂലി, ഇന്റെ ശമ്പളം, ഇന്റെ കുടുംബം, ഇന്റെ നിക്കാരം. നാട്ടുകാർ പറയുകയും ചെയ്യും, ഓനെ കൊണ്ട് ഒരു അലമ്പൂല്ലട്ടോ, നിസ്കരിച്ച് നോമ്പ് വെച്ച് ഓന്റെ കോലി നോക്കി നടക്കല എന്ന് പറയിപ്പിക്കൽ വലിയ പുണ്യൊന്നുമല്ല. നല്ലത് പറയുന്നവർക്ക് കുറ്റപ്പെടുത്തലുണ്ടാകും. ഞാൻ പറയാറുണ്ട്, ഒരു വെള്ളിയാഴ്ചത്തെ ജുമ കഴിഞ്ഞ് കുത്തുബ കഴിഞ്ഞിറങ്ങുമ്പോൾ നാട്ടുകാർ ഒന്ന് കൈപിടിച്ചിട്ട് പറയും, നല്ല കുത്തുബയായിട്ടോ എന്ന്. അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ 150 വാപ്പന്റെ വിളി അയക്കും. നല്ലത് പറയിപ്പിക്കണേ, ആരോടൊന്നും മിണ്ടാതെ നീവിച്ചാൽ മതി. ഒരു തൗഹീദും ആരോടും പറയണ്ട, ആർക്കും അറിയിച്ചു കൊടുക്കാൻ വേണ്ട, ഖുറാൻ ക്ലാസ് ഉണ്ടെന്നും പറയണ്ട, ഞാൻ ബുക്കുണ്ടോ, ഇതൊന്നും പരീക്ഷയ്ക്ക് പങ്കെടുക്കണമെന്നൊന്നും പറയാണ്ടെന്നാ നിങ്ങൾ എല്ലാ കുടുംബക്കാർക്കും കൂട്ടുകാർക്കും പ്രിയപ്പെട്ടവനായിരിക്കും, എല്ലാ റൂമുകാർക്കും. പക്ഷെ ദീനിന് പണിയെടുക്കുമ്പോൾ കുറച്ച് കുറ്റപ്പെടുത്തലൊക്കെ ഉണ്ടാവും. അത് വിചാരിച്ച് മാറിനാലേ മുസ്ലിമാണെന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റണേ. ഒരാൾക്കെങ്കിലും ഒരു വെളിച്ചുണ്ടാക്കി കൊടുക്കാൻ പറ്റണം, ഒരാൾക്കെങ്കിലും നൂറുണ്ടാക്കാൻ പറ്റണം, ഒരാൾക്കെങ്കിലും ആ വെളിച്ചത്തിന്റെ ആ തിരി അണയാതെ പൊത്തിപ്പിടിച്ച് അതൊന്ന് കാണിച്ചു കൊടുക്കാനെങ്കിലും പറ്റണം. അതിന് പറ്റുന്നില്ലെങ്കിലേ പടച്ചോന്റെ അടുത്തേക്ക് പോകുമ്പം കുറെ മുതലുണ്ടായ വർത്താനല്ലാണ്ട് ഒരാൾക്കെങ്കിലും ഒരു ഇരുട്ടത്ത് വെളിച്ചം ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് പോലും ഇല്ലാത്ത ഹതഭാഗ്യവാന്മാരായി പോകും. അതില്ലാതിരിക്കാൻ ഈ ഒരു സംഗമം അതിൻ്റെ ഒരു തുടക്കമാകട്ടെ. അറിഞ്ഞ് നിങ്ങൾ പണിയെടുത്താൽ ഈ 5000, ഈ 3000,
ഇനി അങ്ങോട്ട് ഓരോരുത്തരും കൈമൈ മറന്ന് പണിയെടുത്ത ഇത് 10,000 ആകും. നാട്ടിലുണ്ട് വെളിച്ചം കിട്ടാത്തവര്, കുടുംബത്തിലുണ്ട്, അയൽപ്പക്കങ്ങളിലുണ്ട്. ഇതൊരു തുടക്കമാകട്ടെ. ഇന്നല്ലാഹ യുഹിബ്ബുൽ ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫൻ കഅന്നഹും ബുൻയാനുൻ മർസൂസ്. ചേർത്തു വെക്കപ്പെട്ട കരിങ്കല്ലുകളെ പോലെ, മരത്തടികളെ പോലെ നിങ്ങൾ ഒന്നിച്ചു നിന്നാൽ ഈ ലോകത്തേത് ഇരുട്ടും നിങ്ങൾക്ക് വെളിച്ചമാക്കാൻ പറ്റുമെന്ന റബ്ബിന്റെ വാക്ക് നെഞ്ചോട് ചേർത്ത് പണിയെടുക്കുന്ന മുത്തഖീങ്ങളും മുഅ്മിനീങ്ങളുമാകാൻ ഈ ഒരു വെളിച്ചം സംഗമം ആ കാരണമാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് വസല്ലല്ലാഹു അലാ നബീന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.